റോഡ് ട്രിപ്പാണ്. പക്ഷേ ആ റോഡ് ട്രിപ്പ് എന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെയുള്ള റോഡ് ട്രിപ്പൊന്നുമില്ല. നിങ്ങൾക്കൊരു സംഭവഫലമായ ഒരു സ്ഥലം മിസ്സായിട്ടുണ്ടോ, ആ സ്ഥലം ഒന്ന് കാണാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് മിസ് ചെയ്യാതെ കാണാൻ എൻ്റെ ലാസ്റ്റിലേക്കാണ് ആ സ്ഥലം എവിടെയാണെന്ന് കാണിക്കുന്നത്. ഇത് ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിലാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ് അതിനകത്ത്. അവിടുന്ന് ഞാനിപ്പോൾ അതാണ്ട് തിരുനെൽവേലിക്ക് പോവാം, തമിഴ്നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ വരുമ്പോൾ ഞാൻ കന്യാകുമാരി വഴിയാണ് വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. തിരിച്ചു പോകുന്നത് എൻ്റെ പത്തനാപുരം എത്തി നമ്മൾ. അപ്പോൾ ഈ കൊല്ലം ജില്ലയിലാണ് പത്തനാപുരം. ഈ പത്തനാപുരത്ത് നിന്ന് കരവൂർ അച്ചൻകോവിൽ റോഡുണ്ട്. അച്ചൻകോവിൽ വഴിയാണ് നമ്മൾ പോകുന്നത് തിരിച്ച്. അതൊരു വല്ലാത്ത വഴിയാണ് കേട്ടോ, സൂപ്പർ വഴി കേട്ടോ. നിങ്ങൾ എന്തായാലും മിസ്സായിട്ടുണ്ടോ, നിങ്ങൾ മിസ്സാക്കാൻ നിൽക്കരുത്. ഈ സമയത്തൊക്കെ നമുക്ക് പോകാൻ പറ്റിയടോ. അപ്പം ഞാൻ ഈ ഇവിടെയൊക്കെ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വരണമെന്ന് കരുതിക്കണില്ല. എവിടെയാണ് ഞാൻ പോയെന്ന് പറയണ്ടേ. ഇതിപ്പം നമ്മളെ പത്തനാപുരത്ത് നിന്ന് കരവൂർ റോഡിലോട്ട് അച്ചൻകോവിൽ കരവൂർ റോഡുണ്ടാവും. ആ റോഡിലോട്ടേക്ക് പോകണം. അതിൻ്റെ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ അത്യാവശ്യം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ എടുത്ത വീഡിയോയിൽ തന്നെ ഒരുപാട് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുവിധം എത്തിക്കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കാരണം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടേ ഇത് എവിടെ ഉള്ള സ്ഥലം. നിങ്ങൾ എന്തായാലും വരണം. ഇത് നമ്മളെ പത്തനാപുരത്ത് കൂപ്പ്, നമ്മളെ ഈ തടികളൊക്കെ വെക്കുന്നത് തേക്കിൻ്റെ എല്ലാത്തിനും തടികൾ വെക്കുന്ന സ്ഥലം കേട്ടോ, കൂപ്പ് എന്ന് പറഞ്ഞാൽ. കണ്ടപ്പോൾ ഒന്ന് എടുത്ത. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് കൂടെ കുഞ്ഞ് ബെല്ലൈക്കനും കൂടെ അമർത്തണേ. അപ്പോഴല്ലേ നമുക്ക് വീണ്ടും വീഡിയോ ഇടാൻ പറ്റുള്ളൂ. ഓളെന്ന ഓപ്ഷനെ. അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കിങ്ങനൊരു ഫോറസ്റ്റ് ഉണ്ട്, ആ ഫോറസ്റ്റിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. അച്ചൻകോവിൽ വഴി ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഞാൻ ഇപ്പം നിങ്ങളിതൊരു കാടാണെന്ന് തോന്നില്ലേ, ഇതിലൂടെ ഞാൻ പറയുന്നത് ഇതല്ല, ഞാനും കരുതിയതാണ്. അപ്പം അത് ഞാൻ ഇതിന് മുൻപേ ഫോൺ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഞാൻ കരുതി ഏതോ 4 മരം നട്ട് വെച്ചിട്ട് ദാണ്ടേ ഫോറസ്റ്റ് ഇങ്ങനെ പറയുന്നത്, ഇതുപോലെയൊക്കെ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം എന്ന് ഞാനും കരുതി. ഈ കാണുന്ന പോലെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ തവണ ചോദിക്കും, ഇതാണോ വീഡിയോ എടുക്കണ്ടേ, ഇതാണോ വീഡിയോ എടുക്കണ്ടേ, എത്തിയോന്ന് ചോദിക്കും. നീയൊന്ന് ക്ഷമിച്ചിരിക്കും, നമുക്ക് പോകാനുണ്ട് ഇനിയും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴൊന്നും ഞാൻ കരുതിയിട്ടില്ല അത്ര അമേസിങ് സ്ഥലമായിരിക്കും എന്നുള്ള കാര്യം. അപ്പം എൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ള യാത്രയായിരിക്കും, നല്ല സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ വയനാട്ടിൽ നിന്ന് വന്ന ഒരാളാണ്, ഞാൻ വയനാട്ടുകാരാണ്. അപ്പോൾ ഈ വയനാട്ടുകാർക്ക് ഈ ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞാലോ, ഈ കുറച്ച് മലകളെക്കുറിച്ച് പറഞ്ഞാലോ, അങ്ങനത്തെ പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞാൽ ബാക്കിയുള്ള ആരും പറഞ്ഞാലും കുറച്ച് പുച്ഛാണ് കേട്ടോ. കാരണം വേറെ ഒന്നും കണ്ടല്ല, നമ്മളിതെല്ലാം കണ്ടിട്ട് വന്നിരിക്കുകയല്ലേ എന്നുള്ള മട്ടാട്ടോ. അപ്പം ഞാൻ ഇവിടെ ഗവി കണ്ടിട്ടുണ്ട്. ഗവി നമ്മൾ ഓർഡിനറി ഫിലിം ഇറങ്ങിയപ്പോഴാണല്ലോ ഹിറ്റായത്. അപ്പോഴാണ് നമ്മളും ഗവി കാണാൻ പറ്റും. ഗവി ഞാൻ 2 തവണ കണ്ടിട്ടുണ്ട്. സീസൺ ടൈം പോയ ഗവിയും സൂപ്പറാട്ടോ. അപ്പോൾ ഗവിയേക്കാൾ വലുതായിട്ട് ഇവിടെ കാണാനൊന്നും ഇല്ല പത്തനംതിട്ട എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെങ്കിൽ തെറ്റിപ്പോയിട്ടോ. ഗവിയേക്കാളൊക്കെ വലുതായിട്ട് കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഇനിയും ഒരു ഓർഡിനറി ഫിലിമിന് വേണ്ടി കാത്തിരിക്കരുത്. നമുക്ക് നല്ലൊരു ഫീല് കിട്ടുന്നത് ഗവിയേക്കാൾ ഭംഗി തന്നെ ഞാൻ പറയും. കാരണം ഗവി പോയ ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതിനേക്കാളും ഭംഗി തോന്നിയിട്ടുണ്ട്. എന്താ പറയുക, ഗവിയിൽ ഓഫ് സീസണിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്ടോ. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഓഫ് സീസൺ ആയാലും ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ പോയത് സീസണാണെന്ന് എനിക്കറിയാൻ പറ്റില്ല, വലിയ സീസണൊന്നുമല്ല, എങ്കിലും അവിടെ ഭയങ്കര ഭംഗിയുണ്ട്. അപ്പോൾ ഇതൊന്നല്ല കേട്ടോ, ഈ കാണുന്നതൊന്നല്ല കേട്ടോ നമ്മളെ വഴി. നമ്മൾ ഇങ്ങനെയും പോകണം. അപ്പോൾ ഞാനൊരു ഇത് കാണിച്ചെന്ന് വെച്ചാൽ, ഇതൊക്കെ ഇങ്ങോട്ട് എടുത്ത് കാണിച്ചെന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവിടെ എവിടെയും കുറച്ച് കാട് കണ്ട് തിരിച്ചു പോയിട്ട് ഇവൾ ഇതിനെയാണോ പറഞ്ഞത് എന്ന് കരുതും. അപ്പം അങ്ങനെ കരുതണ്ട, കാണാൻ ഒത്തിരി ഉണ്ട്. പിക്ചർ ബി ബാക്കി ഹേ മേരി ദോസ്ത്. അപ്പം നമുക്കൊന്ന് പോയി നോക്കാം എന്താവുന്നുള്ള കാര്യം. അപ്പോൾ പോകുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് രാവിലെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞതാണ്. നമുക്ക് നല്ല വ്യൂ കിട്ടണമെങ്കിൽ നേരത്തെ പോകണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വലിയ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 9 മണിക്ക് ഇറങ്ങിയത്. പക്ഷേ എനിക്ക് ആ അബദ്ധം പറ്റിയത് നിങ്ങൾക്ക് പറ്റരുത്. നിങ്ങൾ പരമാവധി കുറച്ച് നേരത്തെ ഇറങ്ങുക. കാരണം നേരത്തെ ഇറങ്ങിയാലും അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കുറച്ച് സൂക്ഷിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പോകും വേണം. കാരണം മൃഗങ്ങളൊക്കെ ഇറങ്ങാൻ പറ്റുന്ന അടിപൊളി കാട് തന്നെയാണ് മക്കളെ. ഞാൻ ഇത്ര ഭീകരമായിട്ട് ചിന്തിച്ചിട്ടില്ല. അവിടെ എത്തിയപ്പോൾ അതിൻ്റെ ഭീകരത മനസ്സിലായിട്ടുണ്ട്. കാരണം അവിടെ എത്തുമ്പോൾ എന്തോ ഭാഗ്യത്തിന് ആരുമില്ല ഈ ഭാഗം തന്നെ. ഇപ്പോൾ ഈ പോകുന്ന യാത്രയിൽ തന്നെ
അധികം നിങ്ങളധികം വണ്ടികൾ കാണുന്നുണ്ടോ? അധികം ആൾക്കാരെ കാണുന്നുണ്ടോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇപ്പോഴേ ആ ഒരു സൈലൻറ്റ്, ഭയങ്കര ഒരു സൈലൻറ്റ് ഇപ്പോഴേ എത്തിക്കഴിഞ്ഞ്. പക്ഷെ നമുക്ക് ഏറ്റവും എനിക്ക് ഇതിനകത്തൊരു പ്ലസ് പോയിൻ്റ് തോന്നിയത്, നമ്മൾ ഇതിന് തുടങ്ങുന്നതിന് മുന്നേ, ഈ ഫോറസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളിങ്ങോട്ട് കയറുമ്പോഴേക്ക് നമ്മുടെ തലയിൽ എല്ലാ ടെൻഷനും നമ്മൾ പുറത്ത് കളഞ്ഞിട്ടാണ് കയറേണ്ടിയത്. അങ്ങനെ നമ്മൾ കയറും, നമ്മളെ പ്രകൃതി അതിനു വേണ്ടി നമ്മളെ തയ്യാറെടുപ്പിക്കും. അതാണ് അതിൻ്റെ ഒരു വല്ലാത്തൊരു പ്രത്യേകത എനിക്ക് തോന്നി. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കുറച്ചും കൂടെ അങ്ങോട്ട് നമ്മൾ ശരിക്കും ഇപ്പോൾ ഈ യാത്രയെ നമ്മൾ ആ ഒരു ഫോറസ്റ്റിലേക്കുള്ള യാത്രകളെ തയ്യാറെടുപ്പായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ മൈൻഡ് അതിനെ സെറ്റാക്കി കാണും. കാരണം നമുക്ക് അത്രയും ഒരു സൈലൻറ്റ് ഇത് കിട്ടും കേട്ടോ. ഇവിടെ ഏതോ ഒരു ക്ഷേത്രമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ അച്ചൻകോവിലിനുള്ളിൽ ഒരു പ്രശസ്തമായ ക്ഷേത്രമുണ്ട്. ഏതാണെന്ന് വെച്ചാൽ കോട്ടവാത്സൻ കറുപ്പണ്ണ സ്വാമി ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. അതുപോലെ നമ്മൾ ശബരിമല പോകുന്നത് ആ വഴിക്ക് തന്നെയാണ്. ആ വഴി അതിൻ്റെ വേറെ വഴിയാണ് ശബരിമലയിലേക്ക് പോകുന്നത്. ഇപ്പോൾ സീസണും കൂടാണ്. അപ്പോൾ അധികം വണ്ടികളില്ല. ഞങ്ങൾ പോകുമ്പോൾ ഒരു വണ്ടിയായിട്ടേ കണ്ടിട്ടുള്ളൂ. കാരണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാലം അതല്ല. പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്ക് പൈസ വസൂലാക്കി വരാൻ പറ്റും. നിങ്ങൾക്ക് വേറെ ഒരു ചിലവുമില്ല. നിങ്ങളുടെ വണ്ടിക്കുള്ള പെട്രോൾ മാത്രം അടിച്ചാൽ മതി, വേറെ ഒന്നും ഇവിടെ പ്രത്യേകിച്ചില്ല. ഇത് ശരിക്കും ഈ അച്ചൻകോവിൽ കഴിഞ്ഞിട്ട് പോകുന്നത് ശരിക്കും നമ്മളെ തമിഴ്നാടും കേരളവും ബന്ധിപ്പിക്കുന്ന ഇടമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ റോഡ് ഇച്ചിരി മോശമാണ് കേട്ടോ. ഇച്ചിരി നല്ല ഇച്ചിരി അധികം മോശമാണ്. ഇപ്പോൾ റോഡ് പണി നടക്കാനുള്ള ലക്ഷണങ്ങളും കാണുന്നുണ്ട്. എല്ലാം മെറ്റലൊക്കെ അടുത്തൊക്കെ ഇറക്കി വെച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ റോഡ് മോശം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഫോറസ്റ്റ് പോകുമ്പോൾ ഹൈവേ കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ ഈ ഒരു യാത്രയിൽ എനിക്ക് തോന്നിയത്, ചിലപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, റോഡ് ഭയങ്കര ബുദ്ധിമുട്ടെന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നിയ ഒരു ഫോറസ്റ്റിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു ഫീല് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ വന്നാൽ അതിൻ്റെ ഫീൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇച്ചിരി ഒന്ന് ഇളകാനും പിടിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പോഴേ ഭയങ്കര സൈലൻ്റാണ്, പ്രകൃതി മൊത്തം സൈലൻ്റ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ബക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും, പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്ത് തരില്ല. പക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഉണ്ടോ, കുറച്ചങ്ങോട്ട് എത്തുന്നതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചോ, വല്ലാതെ കാടങ്ങോട്ട് വല്ലാത്തൊരു മുഖതയിലേക്ക് വരാൻ തുടങ്ങി. കണ്ടോ ഞാനിതൊന്ന് ഇച്ചിരി സ്ലോ ആക്കിയതാണ് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒന്ന് നോക്കി എത്രത്തോളം ഇരുട്ടിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞ സ്ഥലം എത്തിയിട്ടില്ല. ഞാനും ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ. എത്തി ഇതായിരിക്കില്ല പറഞ്ഞു. നീ ഒന്ന് വെയിറ്റ് ചെയ്യും എന്നോട് പറയുന്നുണ്ട്. അതുപോലെ നിങ്ങളൊന്ന് വെയിറ്റ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് യാത്ര ചെയ്താൽ നമുക്ക് ശരിക്കുള്ള സ്ഥലം എത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിലായിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വന്ന് എൻ്റെ എവിടെയെങ്കിലും വന്നിട്ട് തിരിച്ച് പോകരുത്. ഇതല്ല, ഇതിൻ്റെ ഉള്ളിൽ ഇതുക്കും മേലെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് യാത്ര ഉണ്ട് പോകാൻ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ റോഡ് കുറച്ചധികം മോശമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇവിടെ എത്തുമ്പോഴേക്കും നമുക്കൊരു ലൈക്ക് മെഡിറ്റേഷൻ ഫീൽ കിട്ടാൻ തുടങ്ങും. കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഈവൻ ഞങ്ങൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പെന്ന് വെച്ചാൽ പുറത്ത് നമുക്ക് ഭയങ്കര ചൂടായിരുന്നല്ലോ. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇവിടെ ചെക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. നേരെ അങ്ങോട്ട് പോവാം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു കാട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുറച്ച് വിശാലമായിട്ടുള്ള സ്ഥലമാണ് വരാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ കാട് കഴിഞ്ഞാൽ ഈ യാത്ര നിങ്ങൾ ഇങ്ങനെ തന്നെ പോകാൻ നോക്കണേ. ഇങ്ങനെ തന്നെ പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് വിശാലമായൊരു സ്ഥലം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് വെച്ചാൽ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ഏരിയ അങ്ങാണ്ടായിരിക്കും. അവിടെ കുറച്ച് ഇതൊക്കെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയതായിരിക്കും. അതൊന്നും എന്താണ് അവസ്ഥ എന്നറിയത്തില്ല. ഞാനും ഫസ്റ്റ് ടൈം പോകുന്നതായതുകൊണ്ട് നമുക്ക് പിന്നെ ഇത്രയും കാടിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ എന്താ സംഭവിച്ചത്, ഇതേത് സ്ഥലം എന്നൊന്നും മനസ്സിലാക്കാൻ ചോദിക്കാനും പറയാനും പോലും ഇവിടെ ആളൊന്നും കാണുന്നില്ല. പിന്നെ ഇതേതോ ഒരു ബൈക്ക് പോകുന്നുണ്ട്. അധികം നല്ലതാണ്ടോ ഞാൻ പറഞ്ഞ ഏരിയ എത്തിക്കണോ. ഇവിടെ കുറച്ചൊരു ആളും ബഹളം എന്ന് പറയാനൊന്നുമില്ല. ഒരു ചെറിയൊരു ജനവാസം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഈ ഒരു സ്ഥലം നമുക്ക് വിശാലമായിട്ട് കിട്ടും. ഇപ്പം നമ്മൾ ആ കാണുന്ന കാട് കണ്ടോ, ആ മല കണ്ടോ, നമ്മൾ ശരിക്കും അങ്ങനെ ഒരു മലയിലോട്ടാണ് കയറാൻ പോകുന്നത്. അത്രക്കൊരു കാടിലോട്ടാണ് കയറാൻ പോകുന്നത് കേട്ടോ. അതാണ് ശരിക്കും കാണാനുള്ള വ്യൂ. ഇപ്പോൾ പക്ഷേ ഇത്രയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് എന്താ പറയുക, നഷ്ടമാകത്തൊന്നുമില്ല. ഈ കണ്ട ഭാഗങ്ങളൊക്കെ നമുക്ക് ലാഭമുള്ള ഭാഗങ്ങൾ തന്നെ, നമുക്ക് പൈസ വസൂൽ ഭാഗങ്ങൾ തന്നെ. ആ ഫീല്, ആ വരുന്ന വഴിയിലുള്ള ഫീല് ഭയങ്കര ഫീൽ കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഈ തുടങ്ങിയ ഈ കാടുകളിലൊക്കെ നമുക്കിങ്ങനെ ഇവിടെ കണ്ടോ നല്ല പച്ചപ്പ് കണ്ടോ,
നല്ല ഭംഗിയുണ്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പ്രൈവറ്റ് ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ കുറച്ച് കുഴപ്പമില്ലാത്ത റോഡുണ്ട്, കുഴപ്പമില്ല മോശമില്ലാത്ത റോഡ്. എന്നാലും റോഡ് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുമ്പോഴൊക്കെ ക്യാമറ കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടാൻ പോകുന്നുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടല്ലോ ഉള്ളത്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഞാനൊരു പരമാവധി നല്ല രീതിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ നിങ്ങളിതിൻ്റെ ബാക്കിയിലോട്ടേക്ക് പോകണം. അപ്പോൾ ഇത്ര നേരം ഞാനൊരു കാട്ടിലൂടെ വന്നില്ല. ആ സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സൈഡിലൂടെ ഇങ്ങനെ നല്ല വെള്ളം പോകുന്ന വഴികളുണ്ട് കേട്ടോ. നല്ലൊരു പിന്നെ എന്താ പറയുക, ഏതൊരു നദി എങ്ങാണ്ട് ഒഴുകി, ഏതോ പുഴ എങ്ങാണ്ട് ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിന് വ്യൂ എടുക്കാൻ കിട്ടിയിട്ടില്ല. ഞാൻ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ കുറേ ആണുങ്ങളുള്ളതുകൊണ്ട് എന്നെ ഇറക്കിയതില്ല. രണ്ടാം സ്ഥലത്ത് എന്തോ എന്നെ ഇറക്കിയില്ല. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷേ സങ്കടപ്പെടേണ്ട, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നത്, ഞാനിത് വീഡിയോ മൊത്തം എടുത്ത് കഴിഞ്ഞിട്ടാണല്ലോ എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇഷ്ടം പോലെ തേക്കും മരങ്ങളൊക്കെ ഉണ്ടോ. ഇതൊന്നും പോയിട്ടെടുത്ത് മുറിക്കാനൊന്നും പോകണ്ട കേട്ടോ. ഇതാണ് നമ്മളെ വഴി. അച്ചൻകോവിൽ കണ്ടോ. ഈ അച്ചൻകോവിൽ റോഡിനോട്ട് കയറണം. കയറുമ്പോൾ തന്നെ അറിയാം പടച്ചോനെ ഇത് പോകുന്ന വഴിയാണോ. ഇങ്ങോട്ട് സത്യം പറയാം ഇങ്ങോട്ടുള്ള റോഡാട്ടോ. റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ടുള്ള യാത്രയാട്ടോ. യാത്ര ഇവിടെ എത്തിയപ്പോഴേക്കന്നെ ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ മനസ്സിലാകുന്നുണ്ടാവില്ല. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ആകെ സൈലൻ്റായി. സൈലൻ്റ് എന്ന് വെച്ചാൽ ഞാനൊന്ന് അവിടെ ഇറങ്ങിയിട്ട് ഒന്നൊരു വീഡിയോ എടുത്ത്. എനിക്ക് തന്നെ പേടിയാകും കേട്ടോ. പഠിച്ചനെ ഇനി എന്തെങ്കിലും വല്ല മൃഗങ്ങളും മേലോട്ട് ചാടുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞ റോഡ് ഇച്ചിരി മോശമാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞുണ്ടോ ഒന്ന് നിങ്ങൾക്ക് ഞാനൊന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് വ്യൂ എടുത്ത ഈ കാടുണ്ടോ, ഭയങ്കര കാട് തന്നെ കേട്ടോ. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ യാത്ര. അച്ചൻകോവിലേക്കുള്ള ഈ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്ക് തന്നെ ഉണ്ടോ ഭയങ്കര സൈലൻ്റ് കേട്ടോ. ഞാൻ മിണ്ടാണ്ടെന്നാൽ തന്നെ നിങ്ങൾ ഫോൺ വെച്ച് പോകുന്നതിനാണ് ഞാൻ മിണ്ടാതിരിക്കാത്തത്. ഞാൻ ആരും അനക്കമില്ല, ബഹളമില്ല, ഒന്നുമില്ല, നമ്മൾ മാത്രമല്ല കേട്ടോ. വല്ല ആന എന്തെങ്കിലും വന്ന് ചവിട്ടിക്കുട്ടിയാൽ പോലും ഒരാളറിയാൻ പോകുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നോക്കാം എന്താണെന്നുള്ള കാര്യം. കണ്ടോ ഇതിനുള്ളിലോട്ട് പോകുന്നതിനനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ കണ്ട കാടൊന്നൊരു കാടല്ല മക്കളെ ഞാൻ പറഞ്ഞില്ലേ. ഇത് കണ്ടോ ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് റോഡുണ്ടോയെന്ന് ചോദിച്ചാൽ റോഡുണ്ട്. പക്ഷെ ഭയങ്കര കാടായി മാറുന്നു കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ ആരും അനങ്ങുന്നില്ല. AC വന്നിട്ട് വണ്ടിയിൽ പോകാൻ നിൽക്കരുത് കേട്ടോ. വണ്ടിയൊക്കെ ഗ്ലാസ്സൊക്കെ താത്തി വെച്ച് ശരിക്കും ഫീൽ ചെയ്ത് പോകണം കേട്ടോ. ഫുള്ള് ഞാൻ അതാണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങോട്ടും എത്തുമ്പോഴല്ലോ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണ്. ഞാൻ സത്യം പറയാം ഇത്രയ്ക്ക് നല്ലൊരു യാത്ര ഞാൻ ഗവി പോയപ്പോഴും ഈ ഫീൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി എനിക്ക് കിട്ടിയതാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് അതന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു സൈഡിലൂടെ നമുക്കിങ്ങനെ അരുവിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പം കുറച്ചും കൂടെ അങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന പല ഏരിയകളുണ്ട്. ഞാൻ 1-2 സ്ഥലത്ത് 3 സ്ഥലത്തെങ്കിലും ഞാനൊന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ഇറങ്ങാൻ പറ്റുന്നത്. ഇറങ്ങാൻ പറ്റുന്ന വെച്ചാൽ ഒരു 10-20 ഫാമിലിക്ക് വന്നാൽ ഓരോ ഫാമിലിക്ക് ഓരോ സ്ഥലം. നമുക്ക് ഒരു സ്ഥലം മിസ്സായി നമ്മൾ അവിടെ മിസ്സായോ, ഒരു സ്ഥലം ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്താണ് ഇതും ഇറങ്ങണം. എവിടെയൊക്കെ നമ്മൾ ഇറങ്ങേണ്ടതെന്ന് അറിയാൻ പാടില്ല. അത്രയും സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ കാട് കണ്ടോ, എത്രത്തോളം വല്ല മൃഗങ്ങളും വല്ലതും വരുമോ എന്തോ. നല്ല ടെൻഷൻ വരും കേട്ടോ. ടെൻഷൻ എന്ന് വെച്ചാൽ ഈ സത്യത്തിൽ ഈ സമയത്ത് ഞാൻ ടെൻഷൻ അറിയുന്നില്ല കേട്ടോ. ഞാനൊക്കെ ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രകൃതിയിൽ ആ ഒരു ഫീലിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾക്കും അത് നല്ലോണം ആ ഫീലിൽ തന്നെ ഇരിക്കുക. കാരണം പേടിക്കൊന്നും വേണ്ട. ഞാൻ ഉച്ചക്കാണ് പോകുന്നത് കേട്ടോ. ഉച്ചക്കാകുമ്പോഴത്തേനും മൃഗങ്ങളൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും. കുറച്ച് വണ്ടികൾ പോയിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞാൽ രാവിലെ പോയാൽ കുറച്ച് ഫീല് കിട്ടുമായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് നേരം വൈകി. മൃഗങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ നേരം വൈകിയത്. ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടോ. കണ്ടോ നല്ല സൂപ്പർ കാട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നേരത്തെ കണ്ടതൊന്നും ഒരു കാടല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി അങ്ങോട്ട് പോകുന്നത്, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ കാണാനിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ വെള്ളത്തിലിറങ്ങുന്ന ഭാഗങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു എനിക്കതിന് ഭയങ്കര വിഷമമുണ്ട്. ഇപ്പോൾ കണ്ടു ഇവിടെ ഏതോ ഒരാൾക്കാരുണ്ട്. ഇങ്ങനെ കുറേ ദൂരം പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ 1-2 വണ്ടികളൊക്കെ കാണാൻ പറ്റും. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാരെയും കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇത് കുറേ ദൂരം പോയി കഴിഞ്ഞാൽ നമ്മളല്ലോ ഇവിടുന്ന് 40 കിലോമീറ്ററിന് അങ്ങോട്ട് വരെ യാത്ര ഉണ്ട് അച്ചൻകോവിലോട്ടേക്ക്. അച്ചൻകോവിൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്ഥലമാണ്. അവിടെ ഇഷ്ടം പോലെ കുറച്ച് ആൾക്കാരുണ്ട്. അവിടെ ഒരു ഗ്രാമം പോലെയാണ്. ഇവിടെ ക്ഷേത്രമൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ മണലാർ വാട്ടർഫാൾസ് ഉണ്ട് ഇതിനുള്ളിൽ. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്നപ്പോഴാണ് ബോർഡ് വായിച്ചപ്പോഴാണ് ഓ മൈ ഗോഡ് അവിടെ വേറെ വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു. ഞാനത് എന്താ പറയുക
അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ടൂറിസ്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട്, ഒരു സ്ഥലം കാണാൻ വേണ്ടി തന്നെ പോകാൻ വേണ്ടി പോയതല്ല. എനിക്ക് അങ്ങോട്ട് തമിഴ്നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ ഈ സ്ഥലം കാണാലോ എന്ന് വിചാരിച്ചാണ് പോയത്. പക്ഷേ നിങ്ങൾ വരുമ്പം ഇതൊന്നും മിസ് ചെയ്ത്, കാരണം ഇവിടെ അച്ചൻകോവിൽ നിന്ന് അങ്ങാണ്ട് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് അങ്ങാണ്ട് എന്താ പറയുക, കുംഭകുരുടി വാട്ടർഫാൾസൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളി വാട്ടർഫാൾസാണ്. കണ്ടോ, വെള്ളമൊക്കെ ഇപ്പം തന്നെ തുടങ്ങിയുണ്ടോ. ഈ റോഡ്, ഞാൻ പറഞ്ഞ റോഡ് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ റോഡ് ഇങ്ങനെ ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് റോഡ് പണിയുന്നതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. അടിപൊളി കാട് തന്നെയാണ്. അപ്പോൾ ഈ 2 വാട്ടർഫാൾസ് ഉണ്ട്. ഒന്ന് സീസണബിളാണ്. ഇത് മണലാർ വാട്ടർഫാൾസ് കുറച്ച് സീസൺ ആയ സമയത്താണ് അതിനകത്ത് വെള്ളം കാണത്തുള്ളൂ. ഇപ്പോൾ ഈ സമയത്ത് പോകുമ്പോൾ അത്യാവശ്യം എല്ലായിടത്തും വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കേ, ഈ സൈഡൊക്കെ നോക്കി എന്തൊരു ഭംഗിയാണ്. നോക്കും മരങ്ങളൊക്കെ നോക്കി. ഇപ്പോഴൊന്നും ഞങ്ങളാ പുറകിലോ മുൻപിലോ ഒരു വണ്ടിയില്ല കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ കയറിയത്. ഈ 12 മണി ഈ കാടെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പും നല്ല ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് കോരിത്തരും തണുപ്പില്ല, പക്ഷെ നല്ലൊരു ആ പുറത്തുള്ള ആ ചൂടിന്ന് വന്നതിൻ്റെയൊക്കെ അതൊക്കെ മാറ്റി നല്ലൊരു ഫീൽ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഒരു മെഡിറ്റേഷൻ ഫീൽ എന്ന് ഞാൻ പറഞ്ഞാൽ അത് മെഡിറ്റേഷൻ ഫീൽ തന്നെയാണ്. നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഒരു കൊറോണയും ഇല്ല, ഒരു സംതിങ്. നമ്മൾ പുറത്ത് എന്തൊക്കെ ടെൻഷൻ ഉണ്ട്, മാസ്ക്, കൈ കഴുകണം, മാസ്ക് ഇടണം, പുറത്ത് അകന്ന് നിൽക്കണം, ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ പഠിച്ചാൽ ഇപ്പോൾ വരുമോ കൊറോണ. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളൊന്നും പേടിക്കണം. ലോകത്തിലെ എല്ലാ ടെൻഷൻസും ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ സീരിയസ്ലി പറയാം. നിങ്ങൾക്കിപ്പം നോക്കി, എൻ്റെ ആ ചുറ്റുവട്ടത്ത് ആരുമില്ല, നമ്മൾ മാത്രമല്ല. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ടൈം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി നമുക്ക് കുറച്ച് ടൈം എടുക്കണം. ആ ടൈമിന് പറ്റിയ സ്ഥലം കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് ഒരു ജോലിൻ്റെ ടെൻഷനില്ല, പ്രഷറില്ല, ഒന്നുമില്ല. നമ്മൾ ശരിക്കും ഇതില്ലാത്തൊക്കെ എന്താ പറയുക, അതിനകത്തേക്ക് മുഴുകി അങ്ങനെ ഇരിക്കും. നമ്മളിലേക്ക് മുഴുകിയിരിക്കും. ശരിക്കും നമ്മളിലേക്ക് തന്നെ മുഴുകിയിരിക്കും. അങ്ങനെ ഒരു ഫീൽ ഇതിൽ വരും. അത് ഞാൻ പറയട്ടെ, ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇനിയൊരു ഓർഡിനറി ഫിലിമിനൊന്നും കാത്തിരിക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയിപ്പോൾ പല ഫിലിമും വരും ഇതിലൂടെയൊക്കെ എന്തായാലും. കാരണം ഇനിയിപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഇരുന്ന് ഷൂട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്, അധികമൊന്നും പുറത്തു പോകാതെ ഈ സമയത്ത്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഷൂട്ടിങ് വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കെട്ടും വിട്ടും എടുത്തും കൂടെ പോരും. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ, അപ്പോൾ പിന്നെ ഇവിടെ റെസ്ട്രിക്ഷൻസ് ആവും. ഇതിൻ്റെ അകത്തേക്ക് ഇത്ര വണ്ടിയെ പോകാവൂ, നമ്മൾ ഗവി മാതിരിയാവും, ഇത്ര വണ്ടിയെ പോകാവൂ. പിന്നെ പൈസൻ്റെ കാര്യത്തിൽ അതാവും. പിന്നെ ഗവിയിലൊക്കെ ഒരു 10 വണ്ടിക്ക് അപ്പുറത്തൊന്നും ഒരു ദിവസം അങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിൻ്റെ വണ്ടിക്ക് അപ്പുറത്തൊന്നും വിടത്തില്ല. ഗവി പോകണമെങ്കിൽ തന്നെ അതിരാവിലെ പോയിട്ട് ക്യൂ നിൽക്കണം. എന്നിട്ട് ഇപ്പോൾ അവിടെ വിടുന്നുണ്ടോയെന്ന് അറിയില്ല. അത് ആ ഒരു ഓർഡിനറി ഫിലിമിൻ്റെ എഫക്റ്റാണ് അത് അത്രയും അങ്ങനെ ആയത്. അപ്പോൾ ഇവിടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇത്രയും നല്ല ഗവിയേക്കാളൊരു മികച്ചൊരു കാട് ഇവിടെ ഉണ്ടായിട്ട്, അത്രയും ഫീൽ തരുന്ന സ്ഥലം ഇവിടെ ഉണ്ടായിട്ട്, നിങ്ങൾ ഇനി ഒരു ഫിലിമിന് വേണ്ടി എന്തിന് വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഏതെങ്കിലും ഒരു വണ്ടിയൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ കാട് എത്രത്തോളം ഭീകരത ഉണ്ട്. ഭീകരത എന്നല്ല കേട്ടോ, ഭീകരത എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എത്രത്തോളം അങ്ങോട്ട് ഇഴഞ്ഞു ചേരാൻ പറ്റുന്നൊരു കാടെന്നൊക്കെ. ഇപ്പം നിങ്ങൾക്ക് തോന്നില്ലേ, വല്ല ആനയോ എന്തെങ്കിലും വന്ന ഇവളെന്താ ചെയ്യുന്നത്? ഈ സമയത്ത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞാൻ അച്ചൻകോവിൽ കഴിഞ്ഞപ്പോഴാണ് ആന വന്ന എന്താക്കും തോന്നിയത്. അച്ചൻകോവിൽ കഴിഞ്ഞ് അതുക്കും മേലൊരു കാടായിപ്പോയി. ഞങ്ങളില്ല, സത്യം പറഞ്ഞാൽ അറിയില്ല ഈ യാത്ര ഇങ്ങനെയാവുമെന്നൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോഴേക്കും എനിക്ക് ഒത്തിരി പോസിറ്റിവിറ്റി എൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഈ യാത്രയിൽ നിന്ന്. കാരണം നമുക്കില്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ ലോകത്ത് നടക്കുന്ന ഒരു പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് ആ കൊറോണയൊന്നും നമ്മളെ 7 അകലത്ത് പെടത്തില്ല. ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമുക്കെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിലേക്ക് വേണ്ടി മാത്രം എടുക്കാവുന്ന ടൈം. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വരാം, നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് വരാം. പിന്നെ ഇവിടെ മദ്യപാനമൊന്നും പറ്റത്തില്ല കേട്ടോ, അതൊക്കെ ഇവിടെ പ്രൊഹിബിറ്റഡ്. അവിടെ ആൾക്കാരുണ്ട്, നോക്കാനും പിടിക്കാനൊക്കെ ആൾക്കാരുണ്ട്. വല്ലപ്പോഴും അങ്ങനെ ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒക്കെ പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ചുണ്ട്. ഞാൻ ഈ കാട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കിത് അറിയണം. ഇതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് അരുവിയൊക്കെ പല സമയത്ത് കിട്ടിയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ഒന്നാമത് നമ്മൾ ഈ യാത്ര എങ്ങനെ പോകേണ്ടതെന്ന് ഫസ്റ്റ് ടൈം പോകുന്ന വഴിയാണ്. അത് ഇനി എനിക്ക് രണ്ടാമത് വരുമ്പോൾ ഞാൻ പ്രിപ്പയർഡാണ്. എവിടെ ഇറങ്ങണം, എങ്ങനെ ഇറങ്ങണം, ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ വരും, അത് ശരിക്കും പ്രിപ്പയർഡായിട്ട് തന്നെ വരും. അപ്പം നിങ്ങൾ കറക്റ്റ് പ്രിപ്പയർഡായിട്ട് വരിക. ഇവിടെ ഒരുപാട് സ്ഥലം ഇറങ്ങാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എത്തിയിട്ടില്ല, ഇനി 1-2 സ്ഥലം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സങ്കടമായി. പക്ഷേ നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി വരുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ പോയാൽ നമുക്ക് പല സ്ഥലത്ത് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും വെള്ളമൊക്കെ കണ്ടിട്ട് അത് മിസ്സായതൊന്നും വിചാരിക്കണം. നിങ്ങൾക്ക് ഒരുപാട് സ്ഥലം ഇറങ്ങാൻ പറ്റുന്ന വെള്ളമുള്ള സ്ഥലങ്ങൾ വരുന്നുണ്ട്.
അതുപോലെ വാട്ടർഫാൾസൊക്കെ നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ എത്താം കേട്ടോ. ഇപ്പോൾ ഏതോ 2 വഴികളിലൂടെ ഒന്നിച്ച് വരുന്നുണ്ട്. എനിക്കൊന്ന് ശബരിമലയിലേക്ക് പോകുന്ന വഴിയാണോ എന്തോ. ഇപ്പോൾ ഇവിടെയും റോഡ് പണി നടക്കുന്ന മതിലിനെ കണ്ടോ, കുറച്ച് വെള്ളങ്ങളൊക്കെ ഉണ്ടോ. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ. ഇതൊന്നും ഇറങ്ങാൻ പറ്റുമായിരിക്കും, പക്ഷേ ഇതിനേക്കാൾ നല്ല സ്ഥലമുണ്ട്. ഇതാണ്ട് ചെമ്പാല ഫോറസ്റ്റ് ഓഫീസിൻ്റെ അടുത്തെത്തി. അപ്പോൾ അത് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മുന്നിലാണ് നല്ല അടിപൊളി വെള്ളം പോകുന്നുണ്ടോ. ഇതിനായിട്ട് ഇറങ്ങാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. താഴോട്ട് നിന്ന് ഇങ്ങനെ മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ മണ്ണ് ചവിട്ടി ഇറങ്ങിപ്പോയാൽ എന്നുവെച്ചാൽ ഒരു എന്താ പറയുക, ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് നമ്മൾ വന്ന വഴിയില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇറങ്ങി അതിലേ വരാൻ പറ്റുന്നതാണ്. പക്ഷെ കുറച്ച് അധികം അങ്ങോട്ട് പോകണം. ഞാൻ പറഞ്ഞു കൂടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ യാത്രയായിട്ട് പോകാമെന്നുള്ളൂ, ഇവിടെ സ്ഥലം കാണാനായിട്ട് വന്നതായിരുന്നല്ലോ. പിന്നെ ആ ഒരു മണ്ണിലോട്ട് ചവിട്ടി താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഉരുണ്ട് ചിലപ്പോൾ വീഴാനും മതി, എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞിന് വരേണ്ടിയും വരും. അപ്പോൾ എല്ലാം കൂടെ വീഴണ്ടെന്ന് വെച്ചിട്ട് പിന്നെ എനിക്ക് റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചു നോക്കി, എന്തൊരു ഭയങ്കര കാട് കണ്ടോ. ഞാൻ പറഞ്ഞില്ല ആ മലേൻ്റെ ഉള്ളിൽ ആ കാടിനുള്ളിൽ വരികയാണ്. ഇപ്പം മനസ്സിലായി അത് ആ കാടിനുള്ളിൽ നമ്മൾ എത്തിയെന്നുള്ള കാര്യം, അതിനുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ അപ്പം ഒന്ന് മനസ്സിലാക്കി വെക്കുക അതിൻ്റെ ഒരു ഫീൽ എന്തായിരിക്കും എന്നുള്ളത്. പക്ഷേ മൃഗങ്ങളെ ഇച്ചിരി പേടിക്കാനുണ്ട്. പക്ഷേ ഇപ്പം കാണുന്നൊന്നുമില്ല, ചിലപ്പോൾ ഉച്ചക്കായതുകൊണ്ടായിരിക്കും. മൃഗങ്ങളെ കാണാൻ അതിരാവിലെ അങ്ങാണ്ട് വരണം തോന്നുന്നുണ്ട്. ഗവിയാണെങ്കിലും പറയുന്നേക്കെ അതിരാവിലെ പോലെ മൃഗങ്ങളൊക്കെ. പിന്നെ ഈ 2 തവണ വെള്ളം മിസ്സായി കാണാൻ പറ്റിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾക്ക് കാണാം, ഇനിയും കാണാം. ആ ഒരു ചെമ്പാല ഫോറസ്റ്റിന് മുന്നിലുള്ള അത് മിസ്സായാലും ഒരു കുഴപ്പമില്ല. പിക്ചർ അഭി ബാക്കി ഹെ മേരെ ദോസ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുന്നു. ഇപ്പോൾ ഈ സൈഡിലൂടെ കണ്ടോ വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടോ. ഇത് നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മളെ അച്ചൻകോവിൽ ആറുണ്ട്, അതിലേക്ക് ചേരുന്നൊരു നദിയാണ്. അപ്പോൾ ഇത് കുറേ ദൂരത്തെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സ്ഥലം നമ്മളെ തമിഴ്നാടിനെയും ഇപ്പോൾ ഇവിടെ കുറച്ച് തിരക്ക് കാണിക്കുന്നു കേട്ടോ. തമിഴ്നാടും കേരളത്തിലേയും പിന്നെ എന്താ പറയുക ബന്ധിപ്പിക്കുന്ന ഇടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു അച്ചൻകോവിൽ. അപ്പോൾ ഇവിടെ ഇതിന് കുറച്ചൊന്ന് താഴോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഇവിടെ ഇത് കണ്ട് ഒരു ഇറങ്ങാൻ പറ്റുന്ന ഇടം കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ ഈ ഒരു ഏരിയയിലോട്ടൊക്കെ മാറ്റി നിർത്തിയാണ്. ആക്ച്വലി എൻ്റെ ഹസ്ബൻഡ് ചെയ്ത് കോന്നി ഭാഗമാണെന്ന്, കോന്നീൻ്റെ ആ സൈഡാന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ നമ്മൾ പണ്ട് പോയത് കുട്ടവഞ്ചിൻ്റെ ഇടാന്ന് വെച്ച്. അപ്പോൾ ഇവിടെ ഒരു വെള്ളമൊക്കെ കാണുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഞാൻ ഇവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വെച്ച്. അപ്പോൾ വെള്ളത്തിലോട്ടൊന്നും കയറാൻ കഴിയില്ലല്ലോ. നമുക്ക് ശരിക്കും ഈ നദി ഇങ്ങനെ ഒഴുകുന്ന ഇടം ഇങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന ഇടാന്ന് കണ്ടപ്പോൾ വെള്ളത്തിന് വലിയ ആഴമൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ തോന്നി. അപ്പോൾ പിന്നെ ഇറങ്ങാമെന്ന് വെച്ച്. നമുക്കിപ്പോൾ ഞാനിപ്പോൾ ഫാമിലി ആയിട്ട് എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട്. അപ്പോൾ എന്താ മോളുണ്ടോ, എൻ്റെ മോൾക്ക് ഇറങ്ങാൻ പറ്റുന്ന പാകം നോക്കിയിട്ട് ഞാൻ ഇറങ്ങണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ഥലം നോക്കി ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ഇടമാണ്. അതുപോലെ ഇനിയും ഉണ്ട് ഇറങ്ങാൻ പറ്റുന്ന ഒത്തിരി ഇടം. കാരണം ഞാൻ റിസ്ക് എടുത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ റിസ്ക് എടുത്ത് ഇറങ്ങാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഒരുപാട് സ്ഥലം ഇറങ്ങാനുണ്ട്. കാരണം ഞാൻ പറയല്ലോ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞിരിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ എനിക്ക് ഇറങ്ങണം. അപ്പോൾ അതിൻ്റെതായ പറ്റുന്ന സ്ഥലത്താണ് ഞാൻ ഇറങ്ങാൻ. കണ്ടോ ഇവിടെ നമുക്കെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തൽക്കാലം കുഞ്ഞിനെ അവിടെ എടുത്തിട്ട് ഞാൻ ഇറങ്ങി നോക്കുന്നുണ്ട്. പക്ഷെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഈ വെള്ളത്തിന്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് നമുക്ക് ഇറങ്ങാം, നമുക്ക് വേണമെങ്കിൽ കുളിക്കാം, എന്നും ചെയ്യാം. ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് കാണാനൊന്നും അങ്ങനെ പറ്റുന്നില്ല. ഞാൻ ഇവിടുന്ന് ഒരാളെ ഇപ്പം കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ അപ്പുറത്ത് അക്കരെയുള്ള വേണമെങ്കിൽ വെള്ളവും കൊണ്ടുവരാറുണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക്. അപ്പോൾ ആ വെള്ളത്തിൽ ഇവർ കൊണ്ടുപോവുകയും ചെയ്യും വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ എനിക്കിപ്പോൾ അത് വേണ്ട, കാരണം നമ്മൾ വേറൊരു സംഭവം അറിഞ്ഞ് ഞങ്ങൾക്ക് അപ്പോഴാണ് അറിഞ്ഞത്. ഇവിടെ നിന്ന് ഞാൻ നന്നായിട്ട് വെള്ളത്തിലിറങ്ങിയിട്ട് അത് ഫീൽ ചെയ്യാം കേട്ടോ. കാരണം നല്ല ശക്തിയുണ്ട് വെള്ളത്തിൽ. നമുക്കിതുകൊണ്ട് ആഴമൊന്നുമില്ല, പക്ഷെ നല്ല ഒഴുക്കുണ്ട്, ഭയങ്കര ഒഴുക്കുണ്ട്. അപ്പോൾ ഒഴുക്ക് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പക്ഷേ അത് വെച്ചാൽ ആഴമൊന്നുമില്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ട് എത്ര നേരം വേണം നിൽക്കാൻ പറ്റും. ഇത് മൊത്തം ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്ന ആൾക്കാരിപ്പോൾ ഞാൻ ഒരാളെ കണ്ടിരുന്നല്ലോ, അയാളിങ്ങനെ ഇപ്പം ഇവിടെ നടന്നങ്ങോട്ടാണ് പോയത്, അപ്പുറത്തെ സൈഡിലേക്ക് പോയത് കേട്ടോ. അപ്പോഴാണ് അവരാണ് പറഞ്ഞത് നമ്മൾ ആ തമിഴ്നാട് കേരള ബോർഡർ അടച്ചിട്ടിരിക്കുകയെന്ന്. ഞങ്ങളത് നോക്കിയപ്പോൾ തുറന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, ഇന്നത് അടച്ചിട്ടായിരിക്കുന്നത്. അപ്പോൾ അതോടെ പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ആകെ ടെൻഷനായി. വേറൊന്നും കൊണ്ടല്ല, ഇനിയിപ്പോൾ തിരിച്ച് ആക്ച്വലി ഞങ്ങൾ തിരുനെൽവേലിക്കാണല്ലോ യാത്ര. ഞങ്ങൾ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയുള്ള യാത്രയായിരുന്നില്ലല്ലോ. പക്ഷേ നിങ്ങൾ വരുമ്പോൾ ഈ സ്ഥലം കാണാൻ വേണ്ടി തന്നെ വന്നോളാം കേട്ടോ. കാരണം അത് അത്രക്കും ഫീലാണ്. ശരിക്കും എനിക്ക് ആ ടെൻഷൻ ഫീൽ ചെയ്തിട്ടില്ല. കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കി, വെള്ളം നോക്ക്, നല്ല തണുപ്പുണ്ട്. കാട്ടിൻ്റെ ഉള്ളിൽ ഈ വെള്ളത്തിന് എന്തൊരു തണുപ്പാണെന്നറിയോ. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആൾക്കാരുണ്ടാവും എന്നുള്ള കാര്യം. അപ്പം അപ്പോഴാണ് അറിഞ്ഞത് നമ്മളെ തമിഴ്നാട് ഏരിയ അങ്ങനെ അടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് യാത്ര ചെയ്തിട്ട്
പിന്നെ വേറെ വഴിയിലൂടെ തമിഴ്നാട്ടിലോട്ട് പോകണം. അപ്പോൾ പിന്നെ ആകെ ഒരു ടെൻഷനായി. അതുകൊണ്ട് തന്നെ കുറച്ചധികം സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട്. എന്നാലും ഞങ്ങൾ മുന്നോട്ട് തന്നെ യാത്ര മുന്നോട്ട് തന്നെ നമുക്ക് അവിടെ പോയിട്ട് തീരുമാനിക്കാം. നമ്മളവിടെ തടയോ ഇല്ലോ. നമ്മളെ കയ്യിൽ പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പലരും ഇനിയിപ്പോൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു ശബരിമല വണ്ടിയാണുണ്ട്. അവരോടും ഞങ്ങൾ ചോദിച്ചപ്പോൾ പോലീസുകാർ അവിടെ അടച്ചിട്ടാണ് ഉള്ളത്, അവിടെ അങ്ങോട്ട് ആരെയും വിടുന്നില്ല എന്നാണ് പറയുന്നത് തന്നെ. ആകെക്കൂടെ പിന്നെ ഒന്നും പറയണ്ട. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതല്ല. എന്നാലും നമ്മളങ്ങോട്ട് മുന്നോട്ട് തന്നെ പോകാം കേട്ടോ. കുറേ ഇനിയും പോകാനുണ്ട് താനും. അപ്പോൾ പോകുന്ന വഴിക്കുണ്ടോ ഞാൻ പറഞ്ഞേ ഇതുപോലെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ ഒരുപാട് ദൂരം വരെ ഈ ഒരു സൈഡ് കണ്ടോ, ഈ സൈഡിൽ കണ്ടില്ലേ വെള്ളം പോകുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ അവിടെ ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു തല മാത്രമേ കണ്ട കിട്ടിയിട്ടുണ്ടോ. ഇതുപോലെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. ഞാൻ പറഞ്ഞ നേരത്തെ നിങ്ങൾക്ക് എത്ര വെള്ളം മിസ് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ടുള്ളതാണ് ശരിക്കും ഫീലാണ്. ഇങ്ങനെ ഓരോ സ്ഥലമുണ്ട്. എനിക്ക് എല്ലാ സ്ഥലമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഓരോ സ്ഥലത്ത് ഓരോ ഫാമിലിയൊക്കെ ആയിട്ടുണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇറങ്ങാം, വെള്ളത്തിൽ വേണം കുളിക്കാം, ഇനി വെറുതെ വന്നിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കണ്ടോ ഈ ഏരിയയിലെ കണ്ടോ ഇത്ര നല്ല കാട്ടിനുള്ളിൽ ഈ ഒരു സൈഡിൽ ഇപ്പോഴും ആ ഒരു നദി ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ഭാഗം മൊത്തം ആ വെള്ളവും പോകുന്നുണ്ട്, ഒരു ഭാഗത്തും അത്രയും കാട്. എന്നിട്ട് ആ കാട്ടിനുള്ളിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ എന്തൊരു ഫീലൊക്കെ. ഇപ്പോൾ കണ്ടോ കുറച്ച് വണ്ടികളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇവിടെയൊക്കെ ഈ അച്ചൻകോവിൽ വരെ എത്തുന്ന സമയം അത്യാവശ്യം അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഒരു ഫീൽ തന്നെ കേട്ടോ. ആൾക്കാരുണ്ട്, ബഹളമൊന്നും ഇല്ലല്ലോ. നമ്മളൊന്നിനെയും പേടിക്കാത്തൊരു യാത്രയാണ്. നമുക്കെന്താ ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളെപ്പോലും മറന്നു പോയിട്ടുണ്ടാവും. മൃഗങ്ങൾ വരുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ഓർക്കാനൊക്കെ മറന്നു വയ്ക്കും. അത്ര നല്ല ഫീലാണ്. പിന്നെ ഒരു ചെറിയ ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ടെൻഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചൻകോവിൽ വരെ വരാം. അച്ചൻകോവിൽ കഴിഞ്ഞാലും ആ ഒരു ഇപ്പം അവിടെ അടച്ചിട്ടാണെങ്കിലും തമിഴ്നാട് തെങ്കാശിയിലോട്ട് ഇറങ്ങുന്നൊരു ചെക്ക് പോസ്റ്റിൻ്റെ അടച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് തുറക്കുന്ന സമയത്താണ് അങ്ങോട്ട് വരാൻ പറ്റും. അതിപ്പോൾ രണ്ടാമത് ഇപ്പോൾ അടച്ചിട്ടേ ഉള്ളൂ. നേരത്തെ നോക്കിയപ്പോൾ തുറന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും വരാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പോൾ ഈ അച്ചൻകോവിൽ കഴിഞ്ഞാലും ഇതിനൊരു ഭംഗിക്ക് ഒരു കുറവില്ല, കുറച്ചും കൂടെ കൂടുതലേ ഉള്ളൂ ഭംഗി. അപ്പോൾ ഞാൻ അച്ചൻകോവിൽ ഇതുവരെ എത്തിയിട്ടില്ല, എത്താൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനത് പറഞ്ഞിരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അച്ചൻകോവിൽ വരെ വരാം. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടെ അപ്പുറത്തും കൂടെ വരണം. അവിടെ നിന്ന് ഇച്ചിരി തിരിഞ്ഞ് വന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അതേപോലെ അതുവഴി തെങ്കാശി വഴി അങ്ങോട്ട് പോയിട്ട് പിന്നെ തെങ്കാശിയെ കണ്ടങ്ങ് പോകാമല്ലോ. അങ്ങനെയായാലും കുഴപ്പമില്ല. എങ്ങനെയായാലും നിങ്ങൾ കുറച്ചും കൂടെ അങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് എന്താ പറയുക പൈസ വസൂലാണ്. നിങ്ങൾക്കത് എന്താ പറയുക നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകുന്ന സംഭവമല്ല ഈ ഒരു യാത്ര. അതൊക്കെ എന്താണ്ട് ഇവിടെയൊക്കെ പറഞ്ഞ കൂട്ടി സൈഡിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ എല്ലാം അങ്ങോട്ട് ക്യാമറയിൽ പതിപ്പിച്ച് തരാൻ ഇച്ചിരി പാടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ഭാഗം മിസ് ചെയ്യണോ. ഈ ഞാൻ പറഞ്ഞ ഈ സൈഡിൽ ഇങ്ങനെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആ ഭാഗം സൈഡ് കാണിച്ചു തരുന്നത് വെച്ചാൽ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഞാൻ എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ ഇങ്ങനെ ഒരു സാധനം ലോങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് കാണിച്ചു തരാൻ തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാർഡ് മൊത്തത്തിൽ ഇപ്പം തന്നെ ഞാൻ എത്ര ഡിലീറ്റ് ആയിട്ടാണോ നിങ്ങൾക്ക് ഈ ഒരു കാർഡിൻ്റെ ഫീല് കാണിച്ചു തരാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നത് ഇതിൻ്റെ നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പം നിങ്ങളത് മറക്കണ്ട. നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയ ഒരുപാട് ഏരിയ ഉണ്ട്. കണ്ടോ ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോകുമ്പം പലയിടത്തും ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പിക്ചർ അഭി ബാക്കി ഹേ മേരെ ദോസ്ത് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായോ, നേരത്തെ കണ്ടതൊന്നും അല്ല എന്നുള്ള വെറും കാടല്ല. നിങ്ങൾക്ക് ഇതുപോലെ വെള്ളം എല്ലാം വരാൻ പോകുന്നുണ്ട്. ഇറങ്ങാൻ പറ്റിയ ഏരിയ നന്നായിട്ട് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളെന്തായാലും ഇതിൽ വരിക. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തതിൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തതിൻ്റെ ഒരു 10% നിങ്ങൾക്ക് തരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാനൊരു ചെറിയൊരു ഷോർട്ട് ഇതിൻ്റെ മുൻപ് ഇട്ടിട്ടുണ്ട്. ആ ഷോർട്ട് കണ്ടാൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടാൻ പറ്റും. 1 മിനിറ്റ് ഷോർട്ടാണത്. ആ ഷോർട്ട് വീഡിയോ കാണുമ്പോൾ ചെറിയൊരു ഫീല് നിങ്ങൾക്ക് തരാൻ പറ്റും. ഈ ഫീൽ എന്താണെന്നുള്ള ഡീറ്റെയിൽഡാണ് ഇത്. ഞാൻ നല്ലൊരു ശബരിമല വണ്ടി വന്നിരുന്നു. അപ്പോൾ വണ്ടിക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മളവിടെ നിന്ന് അവരോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞ് ആ ഭാഗം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരവിടുന്ന് പറഞ്ഞിട്ടുണ്ട് മാസ്കും എല്ലാം. നമ്മൾ വണ്ടിയിലായതുകൊണ്ട് മാസ്ക് ഒന്നുമില്ല, വേറെ ആരും ഇല്ലല്ലോ, ഞങ്ങൾ തന്നെ അല്ലല്ലോ, നമ്മളെ സ്വന്തം വണ്ടിയല്ലേ, മാസ്കൊക്കെ നോക്കിയോ പോലീസുകാരുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. കണ്ടോ ഞാൻ പറഞ്ഞ ഈ ഏരിയ ഉണ്ടോ, ഇവിടെയൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പല സ്ഥലങ്ങളുണ്ട്. ഞാൻ ഒരു സ്ഥലത്തും കൂടെ ഞാൻ ഇറങ്ങാൻ തീരുമാനിക്കുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ അച്ചൻകോവിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നീടുള്ളൊരു യാത്ര വരുന്നത്. അത് കുറച്ചൊരു ഭീകരത ഉണ്ടായിരുന്നു, പക്ഷേ എന്തോ ഭാഗ്യത്തിന്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ക്യാമറയിൽ തന്നെ പകുതി ഭയങ്കര ഷേക്കായിരിക്കും കേട്ടോ. അത് ഞാൻ നല്ല ഫാസ്റ്റിലാണ് വീഡിയോ ഇട്ടത്, നിങ്ങൾക്ക് ഇട്ടെന്നത്. ഇത് ശരിക്കും ഇത്ര ഫാസ്റ്റൊന്നും ഞാൻ യാത്ര ചെയ്യുന്നില്ല. പിന്നെന്ന് വെച്ചാൽ ഈ ക്യാമറ, ഈ റോഡ് ഭയങ്കര പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ വെള്ളവും കാര്യങ്ങളൊക്കെ കണ്ട് ഈ കാടൊക്കെ കണ്ട് വരുമ്പോൾ ഈ വെള്ളം ഒരു പ്രശ്നമല്ല, ഈ ഒരു റോഡ് ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ നമ്മൾ അച്ചൻകോവിൽ എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മളതാണ്ട് അച്ചൻകോവിലിൻ്റെ ഭാഗത്തോട്ട് ഇവിടെ താമസം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്തോട്ട് എത്തി തുടങ്ങി. ഇവിടെ ഞാൻ ആൾക്കാരൊന്നും അധികം കാണുന്നില്ല. അപ്പോൾ ഇതാണ്ട് എത്തി, കുറച്ച് സ്ഥലങ്ങളെത്തി. ശരിക്കും ആൾത്താമസമുള്ള സ്ഥലം ഐ തിങ്ക് ഇത് അച്ചൻകോവിലിൻ്റെ ഭാഗം തന്നെ ആയിരിക്കും. അച്ചൻകോവിലായിരിക്കും, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അച്ചൻകോവിൽ തന്നെ ആയിരിക്കും ഇവിടെയാണ് എത്തിയത്. ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അച്ചൻകോവിൽ കഴിഞ്ഞിട്ട് നമ്മൾ പലരോടും ഇങ്ങനെ വഴി ചോദിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അച്ചൻകോവിൽ കഴിഞ്ഞ് പിന്നെ നേരെ പോയ ശങ്കരൻകോവിൽ അങ്ങനെയൊക്കെയാണ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴി എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് നമ്മൾ ശരിക്കും അച്ചൻകോവിൽ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടം വരെ വന്നാൽ പോരാ, നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഇവിടം വരെ വന്നാൽ തന്നെ നിങ്ങൾക്ക് പൈസ വസൂലാണ്. വരികയാണെങ്കിൽ കുറച്ചും കൂടെ അങ്ങോട്ട് വരണം. അച്ചൻകോവിൽ വരെ മാത്രം പോരാ, കുറച്ചത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ വരണം. വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഫീൽ, ഈ പോകുന്ന ഈ നദി ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന നദി, അതൊക്കെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു താമസം ഉണ്ടെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കഴിയുമ്പോൾ അറിയുന്നത്. ഇവരൊരു ഇവിടെ അത്യാവശ്യം കടകളൊക്കെ, ഒത്തിരി കടകളൊക്കെ ഉണ്ട്. ഇപ്പം ഇതിൻ്റെ അപ്പുറത്തും കാടാണ്, ഇതിൻ്റെ ഇപ്പുറത്തും കാടാണ്. ഇവരെങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിന്നൊക്കെ എല്ലാം ഇവിടെ ഹോസ്പിറ്റലൊക്കെ പുറത്തോട്ട് പോകുന്നത് എങ്ങനെ ആരുണ്ട്, ഇത്രയും ദൂരം പോകണ്ടേ? ഈ ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കാടാന്ന് നമുക്ക് തന്നെ അറിയുന്നത്. നോക്കിയൊക്കെ നിങ്ങൾ, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു കാട് ഇനിയും വരുന്നുണ്ട്. ഇതിനങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇത്രയും നല്ലൊരു കാട്ടിലൂടെ അല്ലേ വന്നത്. എന്നിട്ട് ഈ ഒരു ഏരിയയിൽ ഇങ്ങനൊരു സ്ഥലമുണ്ട് നമുക്ക് വിചാരിക്കാനേ പറ്റില്ല. അത് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉള്ള, അത്യാവശ്യം എല്ലാം ഇവിടെയും പാർട്ടിക്കൊന്നും വലിയ ഇതൊന്നുമില്ല, എല്ലാവരും ഉണ്ട് ഇവിടെയും. ഇവിടെ ഇലക്ഷൻ്റെ ചൂടൊക്കെ ഉണ്ട്, ഇവിടെ നമ്മളതേ സ്പീഡുള്ള ലൈഫുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്നാലും ഇവർ റിലാക്സ്ഡ് ആയിരിക്കുന്നു എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തോ അറിയില്ല, കാരണം നമ്മളത്ര ടെൻഷൻ ഇവിടെ ഉള്ളവർക്ക് ഉണ്ടോയെന്ന് അറിയുന്നുണ്ട്. പക്ഷെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കാട്ടിൽ നിന്ന് വന്നാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇതെങ്ങനെയായിരിക്കില്ലേ ഇങ്ങനെ ഇവിടെ ഇത്രയും ഇതായി നിന്ന്? ഐ തിങ്ക് ഇവിടെ അടുത്ത് ശബരിമല ഉണ്ട്, അതുകൊണ്ടായിരിക്കും. തൊട്ടപ്പുറത്തെ സൈഡിൽ അപ്പുറ ഭാഗത്ത് തന്നെയാണ് ശബരിമല വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ശബരിമല സീസണിൽ ഇപ്പോൾ ഇതിലൂടെ യാത്ര വരുന്നുള്ള ഒരു ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി കണ്ടില്ലേ, ആകെ ഒരു വണ്ടിയെ കണ്ടിട്ടുള്ളൂ. സീസണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സമയത്തായതുകൊണ്ടായിരിക്കും അങ്ങനെ മാത്രം കണ്ടേ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടുന്ന് അങ്ങോട്ടാണ് മക്കളെ എല്ലാവരും. ഇവിടെ ഈ അച്ചൻകോവിലിൻ്റെ വിഭാഗം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിച്ച് വരുന്നുണ്ട്. പലരും അങ്ങോട്ടേക്ക് വിടുന്നില്ല എന്ന് കണ്ടിച്ച് പോയിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പോയേ പറ്റത്തുള്ളൂ. ഞങ്ങളൊരു സ്ഥലം കാണാനായിട്ട് വന്ന ആൾക്കാരല്ല. ഞങ്ങളിങ്ങനെ പിന്നെ എന്താ പറയുക, തിരിച്ച് പോകാനുള്ള യാത്രയായിട്ട് വന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ കണ്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ അധികം തീരെ ഇത്ര നേരം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ വണ്ടി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആ വണ്ടി പോലും കാണാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആളും അനക്കവും ഇല്ലെങ്കിലും മൃഗങ്ങൾ ഇറങ്ങാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഫീലും ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതുവരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ അച്ചൻകോവിൽ എന്ന സ്ഥലങ്ങളിൽ എത്താനുണ്ടെന്നുള്ളവരും. ഇപ്പം ഇനി അങ്ങോട്ട് ഒരു ഓട്ടോ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ചങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഉള്ളത് നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവിടെ അടച്ചതുകൊണ്ട് പോലീസുകാർ പറഞ്ഞിട്ട് എല്ലാവരും തിരിഞ്ഞാണ് വരുന്നത്. ആ ഭാഗത്ത് പോകാൻ കഴിയത്തില്ല പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരിഞ്ഞാണ് വരുന്നത്, ഞങ്ങൾ മാത്രം തിരിയാണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ പെടും. അപ്പോൾ ഇതാണ് അതൊക്കെ പെടുന്ന കിടക്കട്ടെ. പക്ഷേ ഇതിൻ്റെ കുറച്ചങ്ങോട്ട് വരെയൊക്കെ ഇടയ്ക്കൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. കാരണം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അതിർത്തീൻ്റെ ആ ഭാഗത്തേക്കേ ഇല്ലാത്തുള്ളൂ. ഇത് സ്ഥലം കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്ടർഫാൾസ് കാണണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ തന്നെ വരണം. അപ്പോൾ കുറച്ചങ്ങോട്ടൊക്കെ ഇടയ്ക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ നമ്മൾ പോകുമ്പോൾ ആൾക്കാരെ കാണുന്നില്ല. പക്ഷേ ഇവിടെയൊക്കെ ആന ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്, നമുക്കിത് കണ്ടാലേ അറിയാം കേട്ടോ. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ആനയെ കണ്ടില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴാണ് അവരാണ് പറഞ്ഞത് ഞങ്ങൾ വരുന്നതിന് തൊട്ട മുൻപേ ആന ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഫോറസ്റ്റുകാർ വരുന്ന സമയത്ത് ആനയെ കണ്ടിട്ട് അവർ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ആന പോയതിന് ശേഷം വന്നതെന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യം തുണച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അടുത്ത സ്ഥലത്ത് ഇറങ്ങിയിട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഈ വരുന്ന വഴിയിൽ ഇതുപോലെ ഇറങ്ങാൻ പറ്റുന്ന ഇതിനേക്കാളും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്.
അപ്പം ഞാനേതായാലും ഇനി ഒന്നും കൂടെ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് കരുതി. മക്കൾക്ക് വെച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കണം. ഇവിടുന്നല്ല കേട്ടോ, ഇതിൻ്റെ അകത്തുനിന്നല്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഭക്ഷണം എന്തെങ്കിലും നമ്മളേ ഭക്ഷണം കയ്യിൽ വെച്ചേക്കണ്ടോ. ഈ അച്ചൻകോവിലിൽ ആ സ്ഥലത്ത് ഭക്ഷണം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും എവിടുന്നും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിയില്ല. ഇപ്പോൾ കൊറോണ കാലത്ത് നിങ്ങൾ എന്തായാലും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങാണ്ട് കയ്യിൽ തന്നെ വെക്കുക കേട്ടോ. ഇപ്പോൾ ഉണ്ടോ, ഇത് നല്ല ഭംഗിയുള്ള സ്ഥലം. ഇതുപോലെ ഇതിനേക്കാൾ ഏറെ ഭംഗിയുള്ള സ്ഥലങ്ങൾ പലതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഒന്നും കാണിച്ചു തന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഞാൻ ഫീൽ ചെയ്തതിൻ്റെ, ഞാൻ കണ്ടതിൻ്റെ ഒരു 10% മാത്രമേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ. ആ 10% ഇങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കി എന്തായിരിക്കും എന്ന് ആലോചിച്ചോക്ക്. ഇവിടെ ഇപ്പോൾ കുറച്ചൊന്ന് ഇറങ്ങിയിട്ട് വെള്ളമൊക്കെ ഒന്ന് കണ്ട് ആഴമൊന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ മോളുണ്ട്, മോൾക്ക് വെള്ളം കണ്ടാൽ പിന്നെ ചാടി ഇറങ്ങിക്കോണം. എന്താ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് എല്ലായിടത്തും റിസ്ക് എടുത്ത് ഇറങ്ങാൻ പറ്റാത്തത്. കാരണം ഞാൻ ഇറങ്ങാൻ എൻ്റെ കൂടെ ഇവളും ചാടി ഇറങ്ങും, ഇവക്കും ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അത്രയും റിസ്ക് എടുക്കാൻ പറ്റാത്തടത്ത് മാത്രമേ ഞാൻ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമില്ലാത്തവർക്കൊക്കെ ഇറങ്ങാം, വലിയ പ്രശ്നം എവിടെയില്ല. പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞിനെ കണ്ടോ, കുഞ്ഞല്ലേ. അപ്പോൾ അവളാണെങ്കിൽ എല്ലാ വെള്ളം കണ്ടാൽ ചാടും, വെള്ളത്തിലും ചാടി ഇറങ്ങണം. പിന്നെ അവളിരുന്ന് കരയും. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ കണ്ടോ, ഇവിടെയൊക്കെ വെള്ളം കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടം പോലെ കാണാനുണ്ടെന്നുള്ള കാര്യം. കാണാമെന്ന് വെച്ചാൽ കാണുക എന്നതിനേക്കാൾ ഉപരി ഫീൽ ചെയ്യുക എന്നാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എനിക്ക് നല്ല അമേസിംഗ്ലി ഫീൽ ചെയ്യാൻ പറ്റിയതാ കേട്ടോ. അതെന്തായാലും നിങ്ങൾ മിസ് ചെയ്യരുതേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ ഇരിക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയും ഇത് വരാൻ നിൽക്കരുത്, ഒരു ഓർഡിനറി ഫിലിമിന് വേണ്ടി കാത്തിരിക്കരുത്. ഇപ്പം വന്നാൽ നിങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ലാതെ എത്തിപ്പെടാൻ പറ്റും, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ. ഇപ്പം അയ്യോ എന്താ വെച്ചാൽ പാമ്പ് ചാടി, അതുകൊണ്ടാണ് പാമ്പ് വന്നപ്പോണ്ടേ പാമ്പിനെ തിന്നാൻ ആളും ഇവിടെ എത്തിയിട്ടുണ്ട്, മയിൽ. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നതന്നെ നമ്മൾക്കൊരു കുഴപ്പമില്ല, അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പാമ്പ് വട്ടം ചാടിയിട്ട് വണ്ടി ഒന്ന് പിടിച്ച കേട്ടോ. പാമ്പ് ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ അകത്ത് ശരിക്കും ഞാൻ നോക്കിയപ്പോഴാണ് പാമ്പിനെ ഞാൻ കണ്ടത്. ഞാൻ നേരത്തെ കണ്ടിട്ടില്ലായിരുന്നേ. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് മയിലിരിക്കുന്നത്. ഇപ്പം ഞാൻ പിന്നെയും വെള്ളം കാണിച്ചെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഏരിയകളുണ്ട്, ഇങ്ങനെ ഇഷ്ടം പോലെ. ഇനി ഇങ്ങനെ ഇതിനേക്കാളും ഭംഗിയുള്ള ഏരിയ എന്ന് വെച്ചാൽ ഈ മരമൊക്കെ ഇങ്ങനെ നല്ല വലിയ വലിപ്പമില്ലാത്ത മരങ്ങൾക്കിടയിലൂടെയൊക്കെ ഇങ്ങനെ മരമുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ ഇരിക്കാൻ പറ്റിയ സ്ഥലം മരമായിട്ട് തൊട്ടിപ്പുറത്ത് വെള്ളം ഇങ്ങനെ പോകുന്നത്. അങ്ങനെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനകത്തൊക്കെ. അപ്പോൾ ഒരു പോലീസ് വണ്ടി ഉണ്ടായിരുന്നു ഞങ്ങൾ പുറകെ പോകുന്നത്. അവരും ഞാൻ നോക്കുമ്പോൾ അവസാനം അവരെ മുന്നോട്ട് വിട്ടപ്പോൾ അവരും കുറേ കഴിഞ്ഞപ്പോൾ അവരും ഉണ്ട് എവിടെ ഏതൊരു വെള്ളത്തിനടുത്ത് പോയി നിൽക്കുന്നത്. അങ്ങനെ നമുക്ക് പോയി നിൽക്കാൻ പറ്റിയ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. നമുക്ക് റിലാക്സ് ആയിട്ട് ഫാമിലിയുടെ കൂടെ നല്ല ടൈം സ്പെൻഡ് ചെയ്യാം, നമുക്ക് നല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം, ആരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ല റിലാക്സ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണോ നിങ്ങൾക്ക് ലോകത്ത് ഞാൻ പറയട്ടെ, ഏതൊരു റെസ്റ്റോറൻറ്റിലോ ഏതൊരു ഹോട്ടലിലോ കിട്ടാത്ത ആ ഒരു ഫീൽ ഇവിടെ എന്തായാലും ഉണ്ട്. പ്രകൃതി നമുക്ക് എല്ലാ 5 സ്റ്റാർ ഫെസിലിറ്റീസിൻ്റെ അകത്ത് തരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം പൈസ ചിലവാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിൻ്റെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടല്ലേ, നമ്മളെ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് എന്താ പറയുക പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊരു മനസ്സ് പ്ലഷറാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഈ യാത്രയിൽ നിങ്ങൾക്ക് പ്രകൃതി എല്ലാം ഒരുക്കി തരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിന് പോസിറ്റിവിറ്റി വേണോ, അതുണ്ട്. ഇവൻ്റെ വെള്ളം കണ്ടോ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, കുളിക്കുന്നൊക്കെ ഉണ്ടല്ലോ ആൾക്കാരൊക്കെ അവിടെ നിന്നിട്ട്. അതും കഴിഞ്ഞ് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്രഷ് ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട്. പടച്ച തമ്പുരാനെ, ആന ഇറങ്ങിയതിൻ്റെ മണം നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെക്ക് പോസ്റ്റിന് ആൾക്കാർ പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളവിടെ പെടാനുന്നത്. എനിക്ക് വലിയ പേടി തോന്നിയില്ല, കാരണം എനിക്ക് എൻ്റെ കെട്ടിയവൻ കൂടെ ഉണ്ടല്ലോ. പക്ഷേ കെട്ടിയവനാണ് പിന്നെ പറഞ്ഞത്, കെട്ടിയവനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അത് ഞങ്ങൾ കാണിക്കാതിരുന്നത്. അതാണ് നമ്മൾ ആണുങ്ങളെ പ്രത്യേകത കേട്ടോ. അവർക്ക് പേടിയുണ്ടെങ്കിൽ അവർ നമ്മളെ കാണിക്കത്തില്ല, കാരണം നമ്മൾ അവരെ ധൈര്യത്തിലാണ് ഇരിക്കുന്നത്. അവർക്കാണെങ്കിൽ നമ്മളെ ചുമതല ഉണ്ടല്ലോ, എന്നെയും മക്കളെയും നോക്കണമെന്ന് ചുമതല ഉണ്ടല്ലോ, അതവർ വല്ലാതെ പ്രഷറിലാക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ ചെറുതായിട്ട് അവരുടെ പ്രഷർ നമുക്ക് അറിയുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം ചെറുതെന്തോ ഒരു പ്രശ്നം, നമ്മൾ സ്ഥലം അവിടെ അടഞ്ഞതുകൊണ്ടായിരിക്കും, തമിഴ്നാട് ഏരിയ അടച്ചതുകൊണ്ടായിരിക്കും അവർക്കുള്ള പ്രഷർ. അവർക്ക് ഇത് ശരിക്കും ആന ഇറങ്ങിയാൽ എന്താ ചെയ്യുക, ആരും കൂടെ ഇല്ല. നമ്മൾ ഏത് ഏരിയയിലേക്ക് 1-2 ആൾക്കാർ അവിടെ നിൽക്കുന്നതല്ലാതെ നമ്മളെ കൂടെ യാത്ര ചെയ്യാൻ നമ്മളെ പുറകിലോ മുന്നിലോ ഒന്നായിട്ട് ആരും ഉണ്ടല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന യാത്രയാണ്. ഒരു ആന ഇറങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും, ആന എവിടേക്ക് വന്നാലും ആരും അറിയാൻ പോകുന്നില്ല. വല്ല ഫോറസ്റ്റ് വണ്ടി ഏരിയയിൽ പോകുകയാണെങ്കിലേ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഉച്ച സമയത്തൊക്കെ വരുമ്പോഴത്തേക്ക് ആനയൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഫോറസ്റ്റിലേക്ക് വരുമ്പോൾ എല്ലാ സാധനങ്ങളും കാണാനല്ലോ. ഇപ്പം നിങ്ങൾ ഒരു ആനയെ കണ്ടിരുന്നെങ്കിൽ ഒരു പൈസ വസൂലായിരുന്നു ഇരിക്കില്ലേ. പക്ഷെ അങ്ങനെ എല്ലാവർക്കും വിചാരിക്കണമെന്നില്ല. ഞാൻ ഇപ്പോൾ അവിടെ ഉണ്ടോ ആന ഇറങ്ങിയതിൻ്റെ അടയാളം കാണുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല,
എല്ലാം ഇറങ്ങുമോ മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും വലിയ കാട്ടിൽ പിന്നെ മൃഗങ്ങളിലാണ് പിന്നെ ആരും ഉണ്ടാകുകയല്ലേ. പിന്നെ കാട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ ആലോചിക്കേണ്ടത്, ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളവരും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ആലോചിച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ ഇന്നെപ്പോലെ ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് അവിടെ എത്തിയേ. ഇപ്പോഴും നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടിട്ട് ഈ 12 മണിയാന്ന് തോന്നുന്നുണ്ട്. 12 മണി കഴിഞ്ഞിട്ടുണ്ട്. 12 മണിയാന്ന് തോന്നുന്നുണ്ട്. ആ ചൂട് ഫീൽ ചെയ്യുന്നില്ല, ആ ടൈം ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ചിലപ്പോൾ എനിക്ക് നിങ്ങൾക്ക് അത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടല്ല. നിങ്ങൾ എന്തായാലും ഫീൽ ചെയ്യാൻ തന്നെ ഇവിടെ വരണം. കാരണം നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ തിരക്കും ബഹളങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഭയങ്കര ശാന്തമാണ്. ഒരു എന്താ പറയുക, നിങ്ങൾ ഈ സമയത്ത് ഇവിടെ നിൽക്കാവൂ, ഈ സമയത്ത് നിങ്ങൾ പോകാമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പൈസ വേണം ഇതിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മളിത്ര പൈസ ചിലവാക്കി എവിടെയൊക്കെ പോയിട്ട് എൻജോയ് ചെയ്യുന്നത്. ഇത്ര നല്ല നിങ്ങൾക്ക് പൈസ വസൂല, അതായത് പൈസ ഒന്നും ചിലവ് വരില്ല, നമ്മുടെ വണ്ടിയിൽ പെട്രോൾ മാത്രം ചിലവുള്ളൂ. എന്നിട്ട് പോലും നമുക്ക് ഇത്രയ്ക്ക് മെഡിറ്റേഷൻ ഫീൽ തരുന്നൊരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഒഴിവാക്കി വേറെ എവിടെയും പോകുന്നത്? ഞാൻ തന്നെ എനിക്ക് ഇതൊന്നും ഞാൻ നേരത്തെ അറിയാതെ പോയത്. നിങ്ങൾക്ക് നേരത്തെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു? നമുക്ക് നേരത്തെ. അപ്പോൾ അവരും ഫസ്റ്റ് ടൈമാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത്, ഈ ഒരു ഫീൽ അറിയുന്നത്. ഞാൻ തീർച്ചയായിട്ടും ഒരു തവണ കൂടെ വരും. നമ്മൾ ഇവിടെ നിങ്ങൾ റോഡിലൊക്കെ ശ്രദ്ധിച്ചറിയാം, ആന ഇറങ്ങിയതിൻ്റെ ലക്ഷണം കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇനിയും വരും കേട്ടോ. ആന ആയാലും പുലി ആയാലും നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നൊരു പോസിറ്റിവിറ്റി ഉണ്ട്. അതൊരു വല്ലാത്തൊരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ ഇവിടെ 2 വാട്ടർഫാൾസ് ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ ഈ വാട്ടർഫാൾസും കൂടെ കാണണം എനിക്ക്. ഇവിടെ ഒരു വാട്ടർഫാൾസിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞത് ഞാൻ ചെക്ക് പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ബോർഡ് കണ്ടപ്പോഴാണ്, അയ്യോ വാട്ടർഫാൾസ് അവിടെ 2 കിലോമീറ്റർ അപ്പുറത്തങ്ങാണ്ട് ഉണ്ടായിരുന്നല്ലോ. ഞാൻ വന്ന ഏരിയയിൽ എവിടെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പലതും മിസ്സായിട്ടുണ്ട്. ഞാൻ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി മാത്രം തയ്യാറെടുത്ത് വന്നതാണ്. ഇനി ഞാൻ തിരിച്ചിനി ഒരു തവണ ഇങ്ങോട്ട് വരുമ്പം ഞാൻ കേരളത്തിലോട്ട് ഇടയ്ക്ക് എന്തായാലും വരുമല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് 1-2 മാസം കൂടുമ്പം വരുന്നത്. അപ്പോൾ ഇതിലൂടെ എപ്പോഴും വരണമെന്നില്ല. ഒന്നാമത് റോഡ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു മടി പിടിക്കും. എനിക്ക് മടിയില്ല, ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് മടി പിടിക്കും. എന്നെ കിട്ടും എനിക്ക്. അപ്പോൾ ഞാൻ ഒരു തവണയും കൂടെ എന്തായാലും വരണമെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഫുള്ള് സെറ്റപ്പിലേ ഇനി വരുള്ളൂ. ടൈം നേരത്തെ ഇറങ്ങും, കുറച്ചധികം ടൈം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ തന്നെ ഞാൻ ശരിക്കും എനിക്കൊരു 3-3.5 മണിക്കൂർ കൊണ്ട് തിരുനെൽവേലിയിൽ എത്തണ്ടേ. ഞാൻ രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ട് വൈകുന്നേരം 3 മണി കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തി. അപ്പോൾ തന്നെ വിശന്ന് കണ്ണ് കാണാതെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പ്രിപ്പയർഡ് ആയിട്ടേ വരത്തുള്ളൂ. എന്താ വെച്ചാൽ എൻ്റെ ഫുഡ് എടുത്ത് എനിക്ക് വെള്ളത്തിലിറങ്ങാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ട് എന്താ പറയുക ഇവിടുത്തെ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടൊക്കെ വരുള്ളൂ. അപ്പം നിങ്ങൾ വരുമ്പം എല്ലാ തയ്യാറെടുപ്പും കൊണ്ട് വരണം. ഞാനിത് കാണിച്ചാലും നിങ്ങൾ ഒരു തയ്യാറെടുപ്പില്ലാതെ വരരുത്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിൻ്റെതായ ഒരുക്കങ്ങൾ വരണം, നേരത്തെ വരാൻ നിൽക്കണം. കാരണം ഇതൊരു വല്ലാത്തൊരു വലിയൊരു കാട് തന്നെയാണ്. നമുക്ക് ഒത്തിരി യാത്രയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതിലുപരി നമുക്ക് ഓരോ യാത്രയിലും പേടിക്കാനില്ല. പിന്നെ നിങ്ങൾ പേടിക്കാനില്ല, മൃഗങ്ങളൊന്നും അങ്ങനെയൊന്നും ഇറങ്ങി വരുത്തൊന്നുണ്ടാവില്ല. ഞങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ, ഞാൻ ഉച്ചക്കല്ലോ. അപ്പം നിങ്ങൾക്ക് വരുത്തില്ല. എനിക്കെന്തോ ഭാഗ്യം കൊണ്ട് വരാണ്ടെന്നാണ് പറഞ്ഞത്. ഫോറസ്റ്റിൽ നിന്ന് ഉണ്ടായിരുന്നു, ആന ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ട്. അവർ തന്നെ പറയും നിങ്ങൾക്ക് എന്തൊരു ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾ കാണാതെ പോയത്. കണ്ടോ ഈ കാട്ടിലൊക്കെ ആനയിൽ പിന്നെ ആരുണ്ടാകല്ലേ. അപ്പോൾ ഞങ്ങൾ ചെക്ക് പോസ്റ്റ് ഇതാണ്ട് എത്തി. ഇനി ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഉണ്ടോ, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തം അടച്ചിട്ടിരിക്കുക. പക്ഷെ ഞങ്ങളെ വിട്ടിട്ടുണ്ട്. ഇത് കേരളത്തിലോട്ട് വിടാനുള്ള യാതൊരു ചാൻസും ഇല്ല കേട്ടോ. ഞങ്ങളെ വിട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒഫീഷ്യലി പേപ്പർ ഉണ്ടായിരുന്നു. ഇവർ ഒരു ഒഫീഷ്യൽ യാത്രയും കൂടി ആയിരുന്നു. അപ്പോൾ പിന്നെ അത്ര വലിയ കുഴപ്പമില്ലാതെ, ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ, തമിഴ്നാട്ടിലോട്ടേക്ക് ഇത്ര വലിയ പ്രശ്നമില്ലാതെ നമ്മളെ വിട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ വരുന്ന ഈ ഒരു റോഡിൽ ഇതിന്ന് ഭയങ്കര ഒരു ഹെയർ പിന്ന് പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡിൽ ഈ മാപ്പ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. നേരെ പോയിട്ട് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങി പിന്നെ തിരിച്ച് നമ്മളിങ്ങനെ ഹെയർ പിന്നല്ലേ, അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ കേരളത്തിലോട്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെയാണ് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ, ഈ റോഡ് വരുന്നത്. അതൊരു മാപ്പ് ശ്രദ്ധിച്ചാലും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്, അപ്പോൾ ബാക്കിയുള്ള വണ്ടികൾ നമ്മൾ ആ ചെക്ക് പോസ്റ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് കുറച്ച് ടൈം അവിടെ നിന്നിട്ടുണ്ട്. ആ ടൈം ഞാനിങ്ങനെ അത്ര ടൈം നിൽക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരായിട്ടാണ്. കുറച്ച് ടൈം എന്തായാലും ഞാൻ നിന്നിട്ടുണ്ട്. കാരണം പിന്നെ പേപ്പറിൽ സംസാരിക്കണം, കാര്യങ്ങൾ പറയണം, അവർ അവിടെ എഴുതി വെക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാരണം കുറച്ച് ടൈം നിന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ കേരളത്തിലോട്ട് കടത്തിവിടാനുള്ള യാതൊരു ലക്ഷണവുമില്ല. ഈ സമയത്ത് നിങ്ങൾ ഈ അതിർത്തി കടക്കുക എന്നുള്ള ലക്ഷണം കൊണ്ട്, അതിർത്തി കടക്കാനുള്ള ലക്ഷ്യം കൊണ്ട് വരരുത്. നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ സ്ഥലം കണ്ടിട്ട് പോകാനുള്ള ലക്ഷ്യം കൊണ്ട് വരണം. തെങ്കാശിയിലോട്ട് ഇറങ്ങാന്നുള്ളതിൽ കൊണ്ട് വരരുത്. കൊറോണ ആയതുകൊണ്ടാണ് അടച്ചിട്ടിരിക്കുന്നത്, അല്ലാണ്ട് അങ്ങനെ അടക്കത്തൊന്നുമില്ല. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമതൊരു ചെക്ക് പോസ്റ്റും കൂടെ ഉണ്ട്, ഈ തമിഴ്നാടിൻ്റെ തന്നെ.
പക്ഷേ നമ്മളെ കേരള പോലീസ് മാതിരിയല്ല, തമിഴ്നാട് പോലീസ് മാതിരി നമ്മളെ കേരള പോലീസ് കുറച്ചും കൂടെ സ്ട്രിക്റ്റാണ് അവിടെ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ തമിഴ്നാടും കേരളയും കൊറോണ കാലത്ത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ട്രിക്റ്റും. ഇപ്പോൾ ഞാൻ തെങ്കാശിയിലോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അത് ഞാൻ ഇതിന് മുൻപേ എൻ്റെ പല വ്ളോഗിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൽ കുറച്ച് ദിവസം നിന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ പിന്നെ നമുക്ക് ടെൻഷനാണ്. ഇവിടെ ഉണ്ടോ ഈ ഒരു ഭംഗിയുണ്ടോ, അങ്ങ് ഒരു വലിയ ഡാമുണ്ട്, അത് ഞങ്ങനെ കാണിച്ചത്. അപ്പോൾ ഈ തമിഴ്നാട്ടിലെത്തുമ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷൻ വരും. കേരളത്തിൽ നിന്ന് ആര് വന്നു കഴിയുമ്പോൾ തമിഴ്നാട്ടിലെത്തുമ്പോൾ ചെറിയ ടെൻഷൻ വരും. ഇവിടെ ഒരു ആരും എന്താ പറയുക, ഒന്നിനൊരു സ്ട്രിക്റ്റ് ഇല്ല. നിങ്ങൾക്ക് വേണോ നിങ്ങൾ സൂക്ഷിച്ചോ. അതിനിപ്പോൾ നിങ്ങളെ സൂക്ഷിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ പുറകെ നടക്കത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് അസുഖം വരണ്ടെന്നെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം. അതാണ് ഇവിടെ തമിഴ്നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ പകുതി മുക്കാൽ പേർക്കും എന്തില്ല, ടെൻഷനില്ല. അപ്പോൾ ആ ഒരു ടെൻഷൻ ഇവിടെ വളരെ കുറവാണ്. പക്ഷെ നമ്മൾ കേരളത്തിലാണെങ്കിൽ ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ, താമസിക്കാൻ പറ്റിയ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിയ സ്ഥലത്ത് നല്ല റിസോർട്ടൊക്കെ ഉണ്ട്. ഇവിടെ താമസിച്ചാൽ നമുക്ക് നേരെ ഫോറസ്റ്റിലൊക്കെ പോയിട്ടൊക്കെ വരാൻ പറ്റും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ താഴെ വന്ന് റിസോർട്ട് താമസിക്കുക, തിരിച്ച് പിറ്റേന്ന് പോയാൽ മതി. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞു എവിടെയും ഒന്നും സംസാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പേപ്പറും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്, ഇവിടെ വലിയ പ്രശ്നമില്ല, മേലത്താണ് കുറച്ചും കൂടി ഇതുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ പറയട്ടെ, ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് പിന്നെ അഥവാ ഈ നമ്മൾ ഈ കേരള തമിഴ്നാട് അതിർത്തി തുറന്നിട്ടുണ്ടെങ്കിൽ അത് തുറക്കും. ഇതിവിടെ സംഭവം തുറന്നിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ലോക്ക്ഡൗൺ സമയത്താണ് ഇതിപ്പോൾ അടച്ചത്. ഇന്നലെ എങ്ങാണ്ട് അടച്ച സംഭവമാണത്. ഞങ്ങൾ വരുന്നതിന് തലേന്നെങ്ങാണ്ടോ വരുന്നതിന് അന്നെങ്ങാണ്ട് അടച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് എപ്പോഴും അങ്ങനെ അടക്കുന്ന ഏരിയ അല്ലത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് നിങ്ങൾ തുറന്നിട്ടുണ്ടോ നോക്കുക. തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോറസ്റ്റ് മൊത്തം കണ്ടിട്ട് ഇവിടെ ഒരു റിസോർട്ട് താമസിച്ചിട്ട് പിറ്റേന്ന് നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ തിരിച്ച് തെങ്കാശി വഴി പോവാം. ഏതാ ഇഷ്ടമുള്ള അതുപോലെ ചെയ്യുക. എന്തായാലും നിങ്ങൾ ഒരു യാത്ര ഇതിലൂടെ നടത്തണം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടം വരെ വന്നിട്ട് വേണം തിരിച്ചു പോകാം. അല്ല ഒന്നെങ്കിൽ അച്ചൻകോവിൽ വരെ വന്നാൽ പോരാ. എൻ്റെ അഭിപ്രായത്തിൽ അവിടുന്ന് കുറച്ചും കൂടെ വരാനുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നിടത്ത് ഭയങ്കര യാത്രയാണ്, അത്ര നല്ല ഭംഗിയുള്ള യാത്രയാണ്. എനിക്ക് ഫീൽ ചെയ്തതിൻ്റെ ഒരു 10% നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷവതിയാണ്. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും ഇനി ഒരു യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഓരോ പാർട്ടായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടിടുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇത്ര ലെങ്തി വീഡിയോനേക്കാളും ബെറ്റർ ആയിരിക്കും തോന്നുന്നുണ്ട് എനിക്ക് ചെറിയ വീഡിയോയിലോട്ട് വരുമ്പോൾ. അപ്പോൾ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഉണ്ട്, അതും കൂടെ ഒന്ന് കണ്ടു നോക്കി, തൊട്ട് മുൻപുള്ളത്. അപ്പോൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞത് എന്താണെന്ന്, ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഫീൽ അറിയാൻ പറ്റും. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് തെങ്കാശിയിലോട്ട് പോകണം. ഇവിടെ കണ്ടോ, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. നല്ല ആൾക്കാരുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ താഴോട്ടൊരു വീടുണ്ട്, ആ വീട്ടിലോട്ട് നിറയെ ആൾക്കാരാണ്. പകുതി മുക്കാൽ പേർക്കും മാസ്കൊന്നും ഞാൻ കാണുന്നില്ല. ഈവൻ നമ്മളെ കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ പോലീസുകാർ അടിച്ച് ഓടിച്ചിട്ടുണ്ടാവും. അത് മരണമാണെങ്കിലും കല്യാണമാണെങ്കിലും പോലീസുകാർ അടിച്ച് പറത്തിയിട്ടുണ്ടോ ആൾക്കാർ കേട്ടോ. ഇവിടെ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സ്ട്രിക്റ്റ് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി നമ്മളെ കേരളം സംബന്ധിച്ചിടത്തോളം. കേരളത്തിലാണെങ്കിൽ നമുക്ക് ഇപ്പം ഞാൻ ചെക്ക് പോസ്റ്റ് കാണിച്ചല്ലോ, കേരളത്തിലേക്ക് പോകാനുള്ള വണ്ടികൾ ഇഷ്ടം പോലെ കിടക്കുന്നു, ഒരു രക്ഷയില്ല, കടത്തിവിടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ വീണ്ടും ഇവിടെ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ട്. എന്താ സംഭവം നോക്കിയപ്പോൾ നമ്മളെന്താ രാജസ്ഥാനിലോ ഇവിടെ ഒട്ടകമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒരു ഒട്ടകത്തിന് ആരോ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരാളുണ്ട് ഒട്ടകത്തിന് കൊണ്ടുവന്ന്, അത് കാണാൻ വേണ്ടി ഇത്തിരി പേര് വന്നിരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ മക്കൾ കാണിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒന്നും കൂടെ നിർത്തിയൊന്ന് വെറുതെ ഒട്ടകത്തിനെ കാണിക്കാമല്ലോ. ഇനിയിപ്പോൾ ഒട്ടകത്തെ കാണിക്കാൻ രാജസ്ഥാനിൽ നിന്ന് പോകാൻ കഴിയില്ലല്ലോ. നേരത്തെ പോയിരുന്നു, അന്ന് യൂട്യൂബ് ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ ആ വീഡിയോ കൂടെ ഇടായിരുന്നു. അപ്പോൾ തമിഴ്നാട് എത്തിയതിൻ്റെ വലിയൊരു ലക്ഷണമാണ് ഈ ഒരു മരങ്ങളുണ്ട് സൈഡിൽ വരുന്ന, നമുക്കിങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ റോഡ് മൊത്തം കവർ ചെയ്യുന്ന രീതിയിലുള്ള മരം വരുന്നുണ്ടോ, തമിഴ്നാട്ടിലേക്ക് എത്തിയതിന് ഏറ്റവും വലിയ ലക്ഷണം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് തെങ്കാശിയിലോട്ടാണ് കേട്ടോ. അപ്പം മറക്കണ്ട, ഇത്ര നേരം എൻ്റെ യാത്രയിൽ ഞാൻ മെയിൻലി നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിച്ച സ്ഥലം ഇപ്പോൾ ഈ ഒരു ഇതുണ്ടോ, ശരിക്കും അവിടുന്ന് വരുന്ന വഴിയാണ് നമ്മൾ നേരെ ഡയറക്റ്റ് വന്നിരുന്നെങ്കിൽ വന്ന് എത്തിപ്പെടുന്നത്. അതായത് നമ്മൾ ശരിക്കുള്ള തമിഴ്നാട്ടിലോട്ട് വരുന്നൊരു വഴിയുണ്ട്, ആ വഴിയിൽ വന്നിരുന്നെങ്കിൽ അവിടെയാണ് എത്തിപ്പെടുന്നത്. നമ്മൾ വേറെ വഴിയിലൂടെ വന്നത്, കുറച്ച് ലെങ്തിയാണ് ഈ വഴി, പക്ഷെ എങ്കിലും നല്ലൊരു സ്ഥലം കാണും. ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇവിടേക്ക് എത്തിയപ്പോഴേക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നല്ല ടൈം എടുത്തിട്ട് അത് കാണാൻ വന്നത് നിങ്ങൾക്ക് എത്രത്തോളം പോസിറ്റിവിറ്റി കിട്ടും. നമ്മൾ വീണ്ടും ആ തിരക്കിലോട്ട് വന്ന് തിരിച്ചാ തിരക്കിലോട്ട് വന്നാൽ നമ്മൾ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്ന പ്രഷറുകളും ടെൻഷനുകളും എല്ലാം കൊണ്ടുപോയി കളഞ്ഞിച്ച് ആകെ എൻ്റെ കൂടെ എൻ്റെ ലോകത്ത് യൂട്യൂബ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം വീഡിയോ എടുക്കേണ്ടതുകൊണ്ടേ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, വേറെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല കേട്ടോ ആ കാടിൻ്റെ ഉള്ളിൽ പോയപ്പോൾ. പിന്നെ യൂട്യൂബ് നിങ്ങളും ഞങ്ങളും ഇല്ലാത്തൊരു യാത്രയില്ലല്ലോ ഇനി.
നമ്മൾ യാത്ര തുടങ്ങിയ സ്ഥിതിക്ക് നിങ്ങളില്ലാതെ ഞാൻ എവിടെയും പോകത്തില്ല. അതുകൊണ്ട് എന്താണ് തെങ്കാശി എത്തി തുടങ്ങി. അപ്പോൾ തെങ്കാശി എത്തി ഇപ്പോഴത്തേക്ക് ഏകദേശം വിശന്ന് കണ്ണ് കാണാത്ത അവസ്ഥയായിരിക്കുന്നത്. തെങ്കാശിയിൽ നിന്ന് എനിക്കിനി കുറച്ചും കൂടെ യാത്രയുണ്ട്. പക്ഷേ ഇവിടെ എത്തിയപ്പം അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാനൊരു മടി എനിക്ക് തോന്നി. കുറച്ച് ദിവസം ഇപ്പം ഞാൻ ആക്ച്വലി ഇവിടെ നിന്നിട്ടാണ് തിരിച്ചങ്ങോട്ട് തിരുനെൽവേലി കുറച്ച് ദിവസം നിന്നിട്ടാണ് ഇപ്പോൾ കേരളത്തിലോട്ട് പോയത്. കേരളത്തിലൊരു 10-20 ദിവസം നിന്നിട്ട് തിരിച്ച് വരുമ്പോൾ തീരെ ഇങ്ങനെ മാസ്ക് ഒന്നും തീരെ യൂസ് ചെയ്യാത്ത, നമുക്കാണെങ്കിൽ നമ്മളെ മക്കൾ പോലും ഒന്ന് ജസ്റ്റ് അപ്പുറത്തൊരു കടയിലോട്ട് ആരെങ്കിലും പോവുകയാണെങ്കിൽ പോലും മാസ്ക് കമ്പൽസറിയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉറങ്ങുന്നിടത്തും കൂടെ മാസ്ക് ഇടുന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്കിങ്ങനെ മാസ്ക് ഇടാനിങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ടെൻഷൻ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നൊന്നും സീരിയസ്ലി ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശന്നിട്ട് പോലും. അപ്പോൾ ഇതാണ് തെങ്കാശി കേട്ടോ. അപ്പോൾ പക്ഷേ വഴിയോരത്ത് എനിക്കൊരു സംഭവം കിട്ടി. എന്താ പറയുന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായിരുന്നു. അപ്പോൾ ഏതായാലും നല്ല വിശപ്പുണ്ട്. വീട്ടിൽ നിന്ന് ചോറൊക്കെ പൊതികെട്ടി വരണമെന്ന് വെച്ചാൽ അതൊന്നും നടന്നില്ല, എല്ലാം കൂടെ ലേറ്റായിപ്പോയി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈ കൊറോണ കാലത്ത് നമുക്കിപ്പോൾ തെങ്കാശിയിലൊന്നും ഇറങ്ങിയിട്ട് കഴിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പെട്ടെന്ന് അത് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കംഫർട്ടബിൾ ആകും. നമ്മൾ എവിടെ പോയാലും അവിടെ കംഫർട്ടബിൾ ആവുമല്ലോ. പക്ഷെ പെട്ടെന്ന് കേരളത്തിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിന്ന് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. കണ്ടു, ഇതാണ് നമ്മുടെ തെങ്കാശി. നമ്മളങ്ങനെ തെങ്കാശി എത്തി. തെങ്കാശിയിൽ നിന്ന് പിന്നെ നേരെ അങ്ങോട്ട് വിട്ടാൽ മതി തിരുനെൽവേലിക്ക്. അപ്പോൾ ഇപ്പോൾ ഞാൻ തെങ്കാശി കാണാത്തൊരു തെങ്കാശി ഉണ്ട്. തെങ്കാശി കുറച്ച് ഉള്ളിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടോ. അത്രയും കുറച്ച് അധികം കടകളെല്ലാം ഉണ്ട്. ഞാൻ എല്ലാം ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് എല്ലാം ഓരോരോ സമയമായിട്ട് ഓരോരോ സ്ഥലങ്ങളും. ഈ തെങ്കാശിയിലൊക്കെ നല്ല അടിപൊളി അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാൻ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ, പിന്നെ അതുപോലെ യൂട്യൂബും ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലോ, നിങ്ങളും ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സ്ഥലങ്ങളും ഇവിടുത്തൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ ചെറിയൊരു മക്കളെ ചെയ്യുന്നത്, പക്ഷേ ചെറിയ മോനല്ലേ, അവൻ 10ാം ക്ലാസ്സിന് പോലും, കണ്ടപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ഇതുവരെ എൻ്റെ ഈ വീഡിയോ ഇന്ന് നൊങ്ക് കണ്ടത് കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഞാൻ പല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി ഞാൻ പറഞ്ഞല്ലോ പേരൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇവൻ്റെ പേരൊന്നും മനസ്സിലായില്ല കേട്ടോ, മറന്നു പോയിട്ട്. ഇപ്പോൾ എൻ്റെ ഒരു പാവം മോന് നോക്കുമ്പോൾ ആൾ 10ാം ക്ലാസ്സാണ്, സ്കൂളൊക്കെ പഠിക്കേണ്ടായിരുന്നു. 50 രൂപ കേട്ടോ.